തീർച്ചയായിട്ടും ഉമ്മാനോട് ഞാൻ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മാക്ക് നല്ലൊരു മരുവോളം തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത അപ്പം എന്തിനാണ്? ഇപ്പം വരട്ടവനെ എല്ലാ സമാധാനമൊക്കെ തരട്ടെ. എനിക്ക് ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റക്കൊരു ഇൻ്റർവ്യൂവിന് വരുന്നത്. പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് വെറുതെ. ഇപ്പം ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇതാണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ പെട്ടിയിൽ എന്താ ഉള്ളത് കേട്ടോ? 3-6 വീട്ടിൽ അഴുക്ക് ഡ്രസ്സുകൾ. രാത്രി 12-1 മണിക്കൊക്കെ കയറി വരിക. അങ്ങനെ ഫോൺ നോണ്ടി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങും. ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇവൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ കിടക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. നീ അവിടുന്ന് ഉമ്മ തന്നാൽ ഒന്നും കഴിക്കരുത്, എനിക്കതിന് മരുന്നിട്ട് തരും. അവനെ ഇക്കാന്ന് വിളിക്കും, ഇവ മോളുസെന്ന് വിളിക്കും. ഇവനെക്കാട്ടി മൂത്തതാണ്. 35-36 വയസ്സായി. മോൻ എത്ര വയസ്സുണ്ട്? 29 വയസ്സ്. ഫസ്റ്റ് വന്നപ്പോ ഒരു പൂജ നടത്തിയിട്ടുണ്ട്. പൂജ ഹിന്ദുക്കളുടെ ആചാരത്തില് അമ്പലത്തിൽ പോയിട്ട് ചെയ്ത് സാത്തനെ കുടി വെക്കുക. ഒരു ഇറുക്കത്ത് കത്തി ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും. അവൻ ചെയ്തിട്ടില്ല, നല്ല പൂജ ചെയ്ത് തന്നെ. അതാണ് അവൻ അതിൽ പെട്ട് കിടക്കുന്നത്. ഈ ജാസി അടിക്കും എന്നൊക്കെ എങ്ങനെയാ ഉമ്മ എങ്ങനെയാ അറിയുന്നത്? ഒരിക്കൽ അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു. ഭയങ്കര പേടിയാണ് ജാസിന്. ഞാൻ കൊടുക്കുമ്പോ ഞാൻ കൊടുത്തു പറഞ്ഞ അവൻ ഈക്കൂല. വിടില്ലടി, നീ ആരടി ചോദിക്കാൻ, അവനെ ഞാൻ വിടൂലടി. അവനിക്ക് പറയാൻ മാനക്കെടില്ലല്ലോ ജാസിക്ക്. എന്തൊക്കെ പറയണത്? ഒരു പെറ്റ തള്ള കേൾക്കണ വർത്താനാണ് അവൻ പറയണത്. നല്ല തെറി അറിഞ്ഞേ, വെറും പറയണവൻ. അങ്ങനെ ചീത്ത വിളിക്കും. ഞാൻ ആഷിക്കിന് ഫോൺ വിളിച്ച് അവനെ ഫോൺ എടുക്കുക. ഫോണിന്റെ മോനിക്ക് കൊടുക്കണം. നിന്നെ ആരാടാ വിളിച്ചത്? ഈ ഫഹദ് ഒരു ബൈസെക്ഷൽ ആണ് അല്ലെങ്കിൽ ഒരു ഫഹദ് അങ്ങത്താനല്ല. ഫഹദിന്റെ നാട്ടിൽ പോയ അന്വേഷിച്ചു. ഫഹദ് നല്ലൊരു മനുഷ്യനാണ്. അവനൊക്കെ സംസാരിക്കുക ഡീസന്റ് ആണ്. ഉപയോഗിക്കുന്ന ആളൊന്നുമല്ലല്ലോ ഉണ്ട് എന്നൊക്കെ പറയണത്. നമുക്കറിയില്ല ഡ്രഗ്സ് ഉപയോഗിക്കണ്ടെന്നൊക്കെ പറയണത്. ഇവിടുന്ന് പോകണമെന്നും ഉണ്ടായിരുന്നില്ല. ആയിരിക്കും. എനിക്കൊരു കല്യാണം വീട്ടിൽ പോയ ആഷിക്കിന്റെ അമ്മ, ആഷിക്ക് എന്താ അങ്ങനെ എല്ലാവരും അത് ചോദിക്കണവരുള്ളൂ. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എന്റെ മയ്യത്ത് മോറ് കാണാൻ. ഇപ്പൊ ഇല്ലാത്ത ബന്ധപ്പ് വേണ്ട. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷിബിൻ ഗാഡ്സൺ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ മീഡിയ ഒറിജിനൽസ്. അഭിമുഖങ്ങൾ ഒരിക്കലും ആരെയും നോവിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും നൊമ്പരപ്പെടുത്താനോ ഉള്ളതല്ല. നമ്മുടെ ഒരു അഭിമുഖം മറ്റൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ വേദനിപ്പിക്കുകയോ നൊമ്പരപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ അഭിമുഖം മൂലം അവർക്ക് വേദന ഉണ്ടാകുന്നു എന്ന് ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ, അതിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പുറം ജനങ്ങളെ അറിയിക്കുക എന്നതാണ് മാധ്യമധർമ്മം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ എടുക്കുവാനായി ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ പാലക്കാടാണുള്ളത്. മറ്റാരുമല്ല, ആഷിയുടെ ഉമ്മ ആസിയമ്മയാണ് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. ഉമ്മ നമസ്കാരം, സ്വാഗതം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഉമ്മ, ആഷിയുമായിട്ടുള്ള ഞങ്ങളുടെ ഇൻ്റർവ്യൂ വലിയ രീതിയിൽ ചർച്ചയായി. അത് ഏകദേശം വലിയ വ്യൂസിലേക്കൊക്കെ പോയി. അത് വലിയ ചർച്ച. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഞങ്ങളെ വിളിച്ചതും ബന്ധപ്പെട്ടതൊക്കെ. അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? എനിക്ക് നല്ല സങ്കടം വന്ന്. എൻ്റെ കുട്ടി കുറച്ച് സെപ്റ്റംബറുടെ ബാക്കി കംപ്ലീറ്റ് അവൻ്റെ രക്ഷകളെന്നാണ് അതിൽ പറയുന്നത്. എനിക്ക് കണ്ടപ്പോൾ നല്ല വിഷമം തന്നെ. അവൻ്റെ ഓരോ ഇതും കാണുമ്പോഴും സങ്കടം തന്നെ, സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റക്കൊരു ഇൻ്റർവ്യൂവിന് വരുന്നത്. അതുവരെ അവൻ വലിയ വന്നാലും സംസാരിക്കൂല. എനിക്ക് പേടിയാണ്. അവനാ സംസാരിക്കുള്ളൂ, ഇപ്പം സംസാരിക്കൂല. പക്ഷെ ആദ്യമായിട്ടാണ് അത് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അവന്റെ ഒരു ഇതിൽ പറയുന്നത് അവൻ അങ്ങനെ ഒന്നും സംസാരിക്കൂല. അങ്ങനെ സംസാരിക്കാത്ത ആളാണെന്ന് സംസാരിച്ച എല്ലാം സംസാരിക്കും. അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞപ്പോ പഠിപ്പിച്ച് പറഞ്ഞയച്ച പോലെ എനിക്ക് തോന്നിയത്. അവന്റെ കൂടെ ഉള്ള ആൾ അങ്ങനെയാണല്ലോ. പക്ഷെ അവനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് അവൻ വരുന്നതും ഇതൊക്കെ. പക്ഷെ എനിക്ക് കാണുമ്പോ അങ്ങനെ തോന്നിയില്ല. അവരൊരു റൂമിൽ നിന്ന് അവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ അവനെ അറിയാണ്ട് അവൻ ഇറങ്ങൂല. ഇവര് അത്ര ഇതാണ്. അവൻ ഒറ്റയ്ക്ക് എവിടെയും വിടൂല. അപ്പൊ അവൻ വന്നപ്പോ എനിക്ക് തോന്നിയോ അത് പഠിപ്പിച്ച് പറഞ്ഞയച്ചതാണോ. ഞാൻ 2-3 ദിവസം മുമ്പ് എനിക്ക് വിളിച്ചവന്, നിങ്ങളെന്താ എന്താണ് ഫഹദിനെ വിളിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഫഹദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വേദനയോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു. പാസ്പോർട്ട് തരാം, ഇവിടെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞേക്കാം. ഇല്ല, നീ വാ മോനെ, നിന്റെ പാസ്പോർട്ട് ഞാൻ തരാം. എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. പാസ്പോർട്ട് പിടിച്ചു വെച്ചിക്കല്ലേ? ഇല്ല, ഞാൻ പിടിച്ചു വെച്ചില്ല. നിന്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് മോനെ, നീ വാ, ഞാൻ തരാം. അപ്പോൾ അവൻ ഇല്ല. അപ്പോൾ അവൻ മറ്റവൻ ഫോൺ വെക്കാൻ പറഞ്ഞപ്പോൾ അവൻ വെച്ച്.
പിന്നെ വർത്താനം പറഞ്ഞില്ല. ഇത് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, നീ അതിലെന്തൊക്കെയാണ് പറയണത്? നിന്റെ പാസ്പോർട്ടും നിന്റെ ഫോണും നിന്റെ പേഴ്സും പിടിച്ചു വെച്ച് നീ ഒരു ഉറുപ്പിയല്ലാണ്ടല്ലേ ആ നാട്ടിലേക്ക് വന്നത്, നീ വന്ന അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ മറ്റവൻ ഫോണും വാങ്ങി തോന്നുന്നു വെച്ച്. മറ്റവൻ ജാസി മേടിച്ചു അല്ലേ? അപ്പോൾ ഉമ്മ സ്വാഭാവികമായിട്ടും ഈ ഇൻ്റർവ്യൂവിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇന്നുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ, ജാസിയുടെ സഹോദരങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത്രത്തോളം വേദനയും അത്രത്തോളം ദുഃഖം ഉണ്ടായതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഒരുപാട് കള്ളങ്ങൾ ഉണ്ട് എന്ന് തെളിവ് സഹിതം സഹോദരങ്ങൾ എന്നോട് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രൂവിനോട് പറയുകയുണ്ടായി. എന്താണ് ആ സത്യത്തിൽ ആശി പറഞ്ഞ നുണക്കഥകൾ എന്തൊക്കെയാണ്? നുണ പറഞ്ഞത് അവന് എന്താണ്, ഒരു അക്കമിട്ട് പറയാനുള്ള അത്ര നുണകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞ ഒരു പെൺകുട്ടിനെ പ്രണയിച്ചിട്ടുണ്ട്. അതുള്ളതാണ്. അതാണ് ചെറുപ്രായം, ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിനെ, ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിനെ പ്രണയിച്ച്. അവ എൻ്റെ മക്കൾ എല്ലാം എന്നോട് തുറന്നു പറയുന്ന മക്കളാണ്. ഇവർക്ക് മറവില്ല. വാപ്പയും മക്കളും എല്ലാം ഷെയർ ചെയ്യും. ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഞാൻ കെട്ടിച്ചു കൊടുക്കുക, അങ്ങനെയാണ്. അപ്പൊ ഇവന് ഒരു പെൺകുട്ടിനെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവനും ചെറിയ കുട്ടി, അവളും ചെറിയ കുട്ടി, ഒരേ ക്ലാസ്മേറ്റ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, 2 ഏട്ടന്മാരുണ്ട്, ഞാൻ ചെറിയൊരു വീട്ടിൽ വാടകയ്ക്ക്, ഇവരൊക്കെ ചെറിയ കുട്ടികളല്ലേ, ഒന്നൊന്നും ആയിട്ടില്ല നമ്മുടെ കുടുംബം, അത് വേണ്ട മോനെ, വേണ്ടാന്നല്ല, അതങ്ങനെ പോട്ടെ വിടുക. പിന്നെ അവരെ വീട്ടുകാരറിഞ്ഞപ്പോൾ അവളെ വേറെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോട്ടെ, അത് ആ കുട്ടീൻ്റെ ജീവിതം അങ്ങനെ പോട്ടെ. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. നന്നായിട്ടുണ്ടാവും കുട്ടി കാണാൻ. ഇപ്പൊ ഈ നാട്ടിൽ തന്നെ കുട്ടിയുണ്ട്, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കുട്ടി. അവിടെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് 2 കുട്ടിയുണ്ട്. അവര് സുഖമായി ജീവിക്കണം. അപ്പൊ അവനെ വിട്ട്, പിന്നെ അങ്ങനെ വിട്ടപ്പോ അവൻ അങ്ങനെ ഗൾഫിലും പോയി. ഇവൻ ഗൾഫിൽ പോയപ്പോഴാണ് ഈ കുട്ടിന്റെ കല്യാണം. അപ്പൊ എനിക്ക് വിളിച്ച്, മകനെ കല്യാണമാണല്ലേ ചോദിച്ചപ്പോ ആ കല്യാണമാണ്. അതിനിപ്പോ എന്താണ്, ഇത് നാട്ടിൽ നടക്കണതല്ലേ, ഇത് നിന്റെ ഒരു പ്രായം ചെറുത്, അവളുടെ ഒരു പ്രായം ചെറുത്, അത് നമുക്ക് അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞപ്പോ ആ ശരി പോട്ടെ വിട്ട് ഇവനെ വിട്ട്. അതാണ് ഉണ്ടായത്. അല്ലാണ്ട് ഇവൻ പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ എന്നോട് പറഞ്ഞ്, അത് ഇപ്പാക്കും അറിയും എനിക്കും അറിയും. നമ്മുടെ ചെറിയ കുട്ടികളല്ലേ, ഇപ്പൊ അത്രയുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലേ. എത്ര വയസ്സുള്ള സമയത്താണ് 10, 13, 14 വയസ്സല്ലേ, ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികളല്ലേ. അല്ല, നമ്മളോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഏകദേശം +2 ആ ഒരു സമയത്താണ്. ഇല്ല, അത്ര പ്രായം, 7ാം ക്ലാസ്. ആ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഒരു അത്ര തന്നെ ഉള്ളു. പക്ഷെ ആള് വളർച്ച ഉണ്ടായിരുന്നു, കുട്ടി നല്ല വളവനെക്കാട്ടിയും വളർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉള്ള ഒരു ഇതാണ്, അല്ലാതെ കൈ മുറിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ എന്നോട് പറഞ്ഞ്, നിന്റെ ഒരു പ്രായത്തിലെത്തിക്കാണ് ഞാൻ അവര് പറഞ്ഞത് ചെയ്തു കൊടുക്കും. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവൻ്റെ കൂടെ ജീവിക്കണം. എനിക്ക് 2 ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യമാണ്. ഞാൻ വിടുകയല്ലത്. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ എൻ്റെ കയ്യിലെത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കണില്ല. പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ, ജാതി എന്താണ് മതം എന്താണ് നോക്കൂ, നമ്മുടെ കൊണ്ടുവരും, ഞാൻ സ്വീകരിക്കും. അതെൻ്റെ മോൻ്റെ ഭാവിയാണ്, എൻ്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ്. ഏതായാലും കുഴപ്പമില്ല അല്ലേ, ഏത് മതമായാലും ഞാൻ എൻ്റെ കൊടുത്തിട്ട് സ്വീകരിക്കും. പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ്. ഇതാരെ അംഗീകരിക്കുക? അവൻ്റെ ഉമ്മ അംഗീകരിക്കും, പക്ഷെ ഞാൻ അംഗീകരിക്കൂല. എനിക്കിപ്പോൾ 2 മക്കളെ 3 ആളിനെ ഞാൻ വളർത്തി ഒരു വിധാക്കി 2 ആൾക്ക് കല്യാണം കഴിച്ചു. അതുപോലെ ഒരു പെണ്ണ് ഞാൻ അവനക്കും നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുക ഉറപ്പിച്ചു വെച്ചതാണ്. കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരുന്നാണോ? അത് പറഞ്ഞാല് ഇവനിക്കും ഒന്നും ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മൂത്തവന്റെ കല്യാണം കഴിക്കുമ്പോൾ ഇവനിക്കും ഇവൻ പെൺകുട്ടിയെ സ്നേഹിച്ചാണ്. അവൻ പറഞ്ഞ് ഞങ്ങൾ പോയി എടുക്കുക കൊടുക്കുക വെച്ച് അത് ഉറപ്പിച്ചു വെച്ച്. ഇവന് ഇതുപോലെ എൻ്റെ ഏടത്തിന്റെ പേരക്കുട്ടിയാണ്. അവനിക്ക് ഉമ്മല്ല വാപ്പല്ല, അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കുട്ടീനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഉറപ്പിക്കുക. അവര് വരും പോക്കൊക്കെ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു വെച്ച് കൊടുക്കുക എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. കൊടുക്കുക എടുക്കുക അവനക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇത് ഈ ആശി ജാസിയുമായിട്ട് ബന്ധത്തിൽ ആയതിനു ശേഷമുള്ള കഥയാണോ അതിന് മുമ്പുള്ള കഥ? ഏകദേശം എത്ര വയസ്സൊക്കെ ഉള്ള സമയത്തായിരിക്കും? ഇവൻ ഗൾഫിൽ പോയിട്ട് വന്ന ആ ട്രിപ്പ് 10, 22, 23 വയസ്സ് അപ്പൊ ഉറപ്പിച്ചു വെച്ചതാണ്. അത് ഇവന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇവനത് പല വീഡിയോകളും ആ കുട്ടീനെ വിളിച്ച് പറഞ്ഞിട്ട് മുടക്കി. ജാസിയാണ് മുടക്കിയത്. എങ്ങനെ എനിക്ക് ക്ലിയർ ആയില്ല. അതായത് ഈ പെൺകുട്ടിനെ ഉറപ്പിച്ചു വെച്ചു. ആ ഉറപ്പിച്ച പെൺകുട്ടിക്ക് ഇവരെ പ്രശ്നങ്ങൾ തുടക്കമാണ് അപ്പൊ തോന്നണം. ഇത് ഞമ്മക്കറിയില്ല. അപ്പൊ നമുക്ക് ഫോണിന്റെ ഒരു ഇതും ഇല്ല. എനിക്ക് ഫോണിന്റെ ഒരു കാര്യം അറിയില്ല. അപ്പൊ ഇവനെ ആ കുട്ടിനെ വിളിച്ച് പറഞ്ഞ് ഞാനും
ആശയം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ജാസി ആ കുട്ടിയെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആ കുട്ടിന്റെ വീട്ടുകാര് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ ആഷിക്കിനെ ഞാൻ വിളിച്ചപ്പോ അങ്ങനൊന്നുമില്ല, അതാരാ പറഞ്ഞു. അപ്പത്തേനും ഇവിടെ ഉപ്പാക്ക് തീരെ വയ്യാത്ത അവസ്ഥയാണ്. ഇപ്പൊ തീരെ വയ്യാത്ത അവസ്ഥ, നമുക്ക് ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പാനെ ഡോക്ടറെ കൊണ്ടുവരാനുള്ള പ്രശ്നങ്ങളിൽ കിടക്കണം ഞങ്ങള്. അപ്പൊ എനിക്ക് ഇത് ശ്രദ്ധിക്കാനും നേരം ഇത് ശ്രദ്ധിക്കാനും നേരം. ഒരു രക്ഷിതാക്കളുടെ ഒരു കഥയാണിത്. ഇത് ശ്രദ്ധിക്കും ഞാൻ, ഇവന്റെ കാര്യം ശ്രദ്ധിക്കുമോ? അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ആഷിക്കിന് ഓരോ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ഓരോ ഫോട്ടോകൾ അയച്ചിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ബന്ധം വേണ്ട വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, ഇപ്പോൾ അതൊരു പെൺകുട്ടി നമ്മൾ അറിഞ്ഞറിഞ്ഞ് പെടുത്താൻ പാടില്ലല്ലോ, നമ്മുടെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആകുമ്പോഴത്തേനും ഉണ്ടെങ്കിൽ അപ്പോൾ അവർ വേണ്ട പറഞ്ഞു. അങ്ങനെ അത് വേണ്ട വെച്ച്, ഇവനായിട്ടത് വേണ്ട വെച്ചതാണ്. അല്ലാതെ നിങ്ങൾ അതിന് ശ്രമം നടത്താതെ ഒന്നും ഇരുന്നിട്ടില്ല അല്ലേ? അല്ല, അവനിക്ക് ഇഷ്ടമായിരുന്നു കുട്ടീനെ. ഇപ്പൊ ആ പെൺകുട്ടീനെ പറഞ്ഞു വെച്ചതാണ് ഞങ്ങള്, പറഞ്ഞു വെച്ച് അവൻ തന്നെ പറഞ്ഞു. അവനും ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സമയത്താണ് ജാസി ഇടങ്കോലിട്ട് ഇത് മുടക്കുന്നത്. അവൻ അവിടെ പോയിട്ട് അപ്പൊ ഇവരെ തുടക്കോ തോന്നുന്നത് ഇപ്പൊ എന്താണെന്നൊന്നും നമുക്കപ്പം അറിയില്ല. ഇവൻ പറഞ്ഞ 7 വർഷമായിരുന്നു, 4 വർഷം ഇതിൽ കൂടുതലായിട്ടില്ല. അവൻ പറഞ്ഞ 7 വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, 4 വർഷം ആയിട്ടുള്ളൂ. അതും കള്ളമായിരുന്നു. അതും കള്ളമാണ്. അപ്പം പറഞ്ഞ 7 വർഷമായിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു ഞങ്ങൾ 7 വർഷമായി ഞങ്ങളുടെ പ്രണയം, ഞങ്ങൾക്ക് പിരിയാൻ പറ്റൂല, എനിക്ക് ജാസിനെ പിരിയാൻ പറ്റൂല, ആഷിനെ എനിക്ക് പിരിയാൻ പറ്റൂല, ഞാൻ വിട്ടുകൊടുക്കില്ല, പെറ്റ തള്ളക്ക് വിട്ടുകൊടുക്ക, അവനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എനിക്ക്. വിഷമം വരും അല്ലേ ഒരു അമ്മ എന്ന നിലയിൽ. അതേപോലെ ഇവനിക്ക് ആഷിയെ നല്ല കുടുംബം നോക്കണ കുട്ടിയാണ്. വാപ്പാക്ക് വയ്യാണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കീമോ കൊടുക്കാൻ പോണെങ്കിൽ പൈസ വേണം. മോനെ ഇപ്പനെ ഡോക്ടറെ കൊണ്ടുപോകണം പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഏട്ടന്റെ ഫോണിലേക്ക് പൈസ വെക്കും. അങ്ങനെ ഇവന്റെ പെട്ടപ്പോഴാണ് പൈസകളൊക്കെ പിന്നെ മാസം 10,000 അയക്കണമെങ്കിൽ മോനെ പൈസ അയക്കുക. അതുവരെ എൻ്റെ കുട്ടി കറക്റ്റായി അയക്കും. ഇപ്പാക്ക് എന്ത് വേണോ അപ്പം എത്തിക്കും അവന്. ഇപ്പൊ വയ്യാവിട്ട് അവന് കാണാൻ വന്ന് ഓപ്പറേഷത്തിന് കൊണ്ടുപോകണം. അപ്പൊ കൊറോണന്റെ ടൈമാണ്. വന്ന് ഉപ്പാനെ കണ്ടിട്ട് പോയി. പിന്നെ ഇപ്പ ഈ രോഗം അറിഞ്ഞ് എല്ലാം കൂടി 1 വർഷം. ആഗസ്റ്റിലെ രോഗം അറിഞ്ഞ് പിറ്റത്തെ സെപ്റ്റംബറിൽ മരിച്ചു. അത്ര തന്നെ ആയുള്ളൂ. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കീമോ കൊടുത്തു, റേഡിയേഷൻ കഴിഞ്ഞ് എല്ലാം ഒരേ തിരക്കാണ്. അതിനിടയിൽ ഇവന്റെ പ്രണയത്തിന്റെ തിരക്കും. അങ്ങനെ ആയിട്ട് പിന്നെ എല്ലാത്തിനും അവൻ അയച്ചു തരുമൊക്കെ ചെയ്യും. വയ്യ പറഞ്ഞു അപ്പൊ തീരെ സീരിയസ് ആണ്. അപ്പൊ ഇവന് എന്താ പറയാനിട്ട്, സീരിയസ് തന്നെ ആണോ, ഞങ്ങൾ ഇവിടെ പിടിച്ചു വെക്കുമ്പോട്ട്. അപ്പൊ ഒന്നും ഞങ്ങൾക്ക് എത്ര എനിക്കൊന്നും അറിയില്ല. പിടിച്ചു വെക്കുമ്പോൾ അതന്നെയാണോ എൻ്റെ മൂത്ത മോനിക്ക് പോകാൻ പറ്റൂല അവിടുന്ന്. അപ്പൊ അവന്റെ കൂട്ടുകാരനെ വിളിക്കാൻ പോയത് എയർപോർട്ടിൽ. അവൻ ബുധനാഴ്ച വന്നു, ഒരു ചൊവ്വാഴ്ച വന്ന്, ബുധൻ വ്യാഴാഴ്ച രാത്രി മരിച്ചിപ്പ. അപ്പൊ മോനോട് എല്ലാം സംസാരിച്ച് എല്ലാവരും തമ്മിലെല്ലാം അങ്ങോട്ടും കൂടെ സംസാരിച്ചൊക്കെ ചെയ്ത്. ഉപ്പായ്ക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമായിരുന്നു ആഷിയുടെ ഈ ഒരു രീതി. തുടക്കപ്പ അത്ര അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഞങ്ങള് തൃശ്ശൂര് ഒരു റൂം എടുത്തിട്ട് റേഡിയേഷൻ അവിടെ ഞങ്ങൾ ഇരിക്കായിരുന്നു. അപ്പൊ ഇവന്റെ ഒപ്പം മരിച്ചിട്ട് അവൻ വന്നിക്കായിരുന്നു. ആര് ജാസി ഇപ്പൊ മരിച്ചിട്ട്. അപ്പൊ ഞങ്ങള് തൃശ്ശൂര് ഹോസ്പിറ്റലിൽ അവിടെ റൂം എടുത്ത് ഇരിക്കുകയാണ്. പറഞ്ഞപ്പോ അവിടെ അവൻ വന്നു, ആ ഉപ്പാനെ കാണാൻ വന്നു. അപ്പൊ ഇവൻ പറഞ്ഞു ആഷിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ജാസി വരുന്നുണ്ട്. അപ്പൊ ഏതാ ജാസി എന്താ ജാസി നമുക്കറിയില്ല, കണ്ടിട്ടില്ലല്ലോ. വരുന്നുണ്ട് ഇങ്ങനെയാണ്. അപ്പൊ വലിയ മോനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അവൻ അവിടെ വന്നു. അവൻ വന്നപ്പോ ഇപ്പൊ എനിക്കിത് വന്ന് അപ്പൊ അസ്ലാം അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് ഇപ്പൊ ഇങ്ങനെ നല്ലൊരു ആണ് താടിയൊക്കെ വെച്ച് കണ്ണാടൊക്കെ നല്ല സ്വന്തക്കാരൻ ചക്ക അതിന്റെ ഷർട്ടൊക്കെ ഇട്ടു. ഇപ്പൊ ഇതിന്റെ വർത്താനൊക്കെ ഒരിത്തിരി കൊടിഞ്ഞിട്ടായപ്പോ ഇപ്പൊ പറഞ്ഞു ഇതെന്തോ ഒരു 9 പോലെ ഉണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം അതെന്താന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എടി ഇത് ആണും പെണ്ണും കെട്ടൊരു ചെക്കനാണ്, എന്താണ് ഇപ്പൊ ജാസി പറഞ്ഞത് എന്ന് ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ എന്നെ മനസ്സിലപ്പൊരു കല്ലിട്ട്. പിന്നെ ഇപ്പൊ ഇവരുടെ പ്രണയം ഒന്നും ഇപ്പൊ അത്ര അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവരെ കല്യാണം തെറ്റിയത് അറിഞ്ഞു. കല്യാണം തെറ്റിയത് അവര് വന്ന് പറപ്പാനോടാണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊക്കെ മരിക്കോളം ഓർമ്മക്കുറവൊന്നുമില്ലേ, എല്ലാം സംസാരിക്കും, എണീറ്റിരിക്കും, എല്ലാം ചെയ്യും. അപ്പൊ ഇങ്ങനെ കല്യാണം തെറ്റിയാ പറഞ്ഞ ശരി ഇനിയിപ്പോ വിധി ഉണ്ടാവില്ലായിരിക്കും അല്ലേ, ഞാൻ അവൾക്ക് നല്ലൊരു കല്യാണം വന്ന് കഴിഞ്ഞു പോട്ടെ എന്ന് ഇപ്പൊ അവനോട് പറഞ്ഞു. പക്ഷെ ആ കുട്ടിക്ക് ഇത് തെറ്റി 2 മാസം കഴിഞ്ഞ് ആ കുട്ടി കല്യാണം കുറച്ച് കഴിഞ്ഞ് അവള് സുഖമായിരിക്കുന്നുണ്ട്, നമ്മള് കാണലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കുടുംബം തെറ്റി. കുടുംബത്തിലത്തെ ഒരു അംഗമായിരുന്നു അവന്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നത്തില് അവൻ തെറ്റി. എന്നാലും ഇപ്പൊ കണ്ട അവൻ മുണ്ടിപ്പോ അവനക്ക് വയ്യ, 2 കിഡ്നിയും പോയിട്ട് ഡയാലിസ് ചെയ്തോണ്ടിരിക്കുകയാണ് കുട്ടിന്റെ വാപ്പാക്ക്.
ഓക്കെ ഓക്കെ ഓക്കെ. നല്ലൊരു ഓട്ടോ ഡ്രൈവറാണ്. അല്ല, എന്തെങ്കിലും മോശം അനുഭവം പോലും ഉണ്ടായിട്ടുണ്ടോ അവരുടെ ഭാഗത്തു നിന്ന് ഇതിന്റെ പേരിൽ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടോ? അവര് പെണ്ണുങ്ങൾ അവരാരും കൊണ്ടുപോയില്ല. വേറെ ഇങ്ങനെ ഇപ്പൊ നമ്മള് ചതിച്ച പോലെ, ഞാൻ ചതിച്ച പോലെയാണ് ഇപ്പൊ അവര് എന്നെയാണ് വൈരാഗ്യത്തിൽ കാണുന്നത്. പക്ഷെ ഞാനിതിലൊന്നും അല്ല. ഞാനും എന്റെ മാപ്പിളല്ല, എന്റെ മക്കളും അല്ല. ഞങ്ങൾ അന്ന് കൊറേ സങ്കടപ്പെട്ടിട്ടുണ്ട്. മോനെ നമ്മക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഈ അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ, ആലോചിച്ച് നോക്കുന്ന പറഞ്ഞപ്പോ ഞാനിപ്പോ അങ്ങനെ ഞാൻ 2 വർഷം കൂടി കഴിഞ്ഞിട്ട് കെട്ടാന്ന്. ഇവ 2 വർഷം ആ കുട്ടിനെ കാത്തിരിക്കാൻ പറ്റുമോ? പക്ഷെ ഇവൻ കിട്ടും എന്താ ഉറപ്പ്? എന്തുകൊണ്ട് നമ്മൾ അവരെ ഇരുത്തും? അവരിങ്ങ് തരുമോ? സ്വാഭാവികമായിട്ട് ഈ പെണ്ണിന്റെ ആലോചന വന്നു. ആ സമയത്ത് ജാസിയുമായിട്ട് റിലേഷൻ തുടങ്ങുന്ന സമയമാണെന്നാണ് ഉമ്മ പറഞ്ഞത്. പുറത്തേക്കൊന്നുമില്ല തോന്നുന്നു. അതെങ്ങനെയാണ് ഉമ്മാട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്? ഇന്ന പോലെ എനിക്ക് ജാസി ഇഷ്ടമാണ് എന്നുള്ള രീതി പറഞ്ഞു. എന്താണ് ആഷിക്ക് ഇങ്ങനെ ചെക്കനോട് ഇങ്ങനെയൊക്കെ ആക്കണം, അങ്ങനെ ആക്കണം, ഫോട്ടോ കാണുക, വീഡിയോ കാണുക പറയുമ്പോ നമുക്ക് ഈ തിരക്കിലൊന്നും ശ്രമിക്കാം. പിന്നെ എന്റെ കുടുംബക്കാരും എന്നോട് ചോദിക്കണ്ട. എനിക്ക് ഈ ടെൻഷന്റെ കിടക്കുമ്പോ ഇതും ചോദിച്ചാൽ എന്താ? എന്റെ വലിയ മോനൊന്നും ചോദിക്കണില്ല. അവനൊന്നും ഇത് എന്നോട് പറയണില്ല. എനിക്കിത് താങ്ങാനുള്ളതുണ്ട്. ഇതും ഇവിടെ കിടക്കല്ലേ. വാപ്പാക്ക് മരിക്കുമ്പോ 52 വയസ്സാണ്. 56-57 വയസ്സാവുള്ളൂ. അപ്പൊ ആ ഒരു തിരക്കും അപ്പൊ എല്ലാം കൂടി ഇങ്ങോട്ട് ആയപ്പോ എന്നോട് പറഞ്ഞില്ല. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോ മോനെ എന്താ മോനെ ഇങ്ങനെ കേൾക്കണം. അപ്പൊ അതുമ്മ ഞങ്ങളെ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നു, ഞങ്ങൾ പരസ്യത്തിന് ചെയ്യുന്നു, ഞങ്ങൾ ഡ്രസ്സിന്റെ പരസ്യമാണ്. ഞാനും സത്യം അന്നൊക്കെ അത് വിശ്വസിച്ചു. പിന്നെ എല്ലാവരും എന്നോട് സുജുമ്മ അങ്ങനൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, മോനെ അതിന് വേണ്ട നിൽക്കും. ഇല്ലമ്മ അങ്ങനൊന്നുമില്ല, ഞാൻ വരും എന്ന് പറയും. എന്നോട് ഇന്ന് വരെ ഞങ്ങൾ 2 ലോബിയാണ്, ഞാൻ അവനെ കെട്ടുന്നൊന്നും ഇന്ന് വരെ തുറന്ന് പറഞ്ഞിട്ടില്ല. ഉമ്മായിട്ട് പറയാൻ സത്യം പറഞ്ഞ ഒരു നാണം ഉണ്ട് അവന്. നാണല്ല, ഞാൻ അറിയുമ്പോ ആവുമ്പോഴേ ഇതൊക്കെ ഒരു അഭിനയമാണ്, റീൽസിനാണ്, അങ്ങനെയൊക്കെ അവനോട് പറയാ. അല്ലാതെ ഉമ്മായിട്ട് ഇതുവരെ അവനുമായിട്ട് റിലേഷനിലാണ് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കിത് കാണുമ്പോ ഓരോരുത്തർ വീഡിയോ എന്റെ മോൻ പിന്നെയാണ് എനിക്ക് വാപ്പ മരിച്ച പിന്നെ ഈ ടച്ച് ഫോണൊക്കെ അപ്പൊ ഇങ്ങനോട് പിന്നെ വീഡിയോ കാണിച്ചു തരുന്നത് എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്താ മോനെ ഇതൊക്കെ കാണുമ്പോ അതൊന്നുമില്ലമ്മ, നമ്മൾ അങ്ങനെ ഒന്നുമില്ലാണ്ടാക്കുന്നു, നമ്മളെ സമാധാനിപ്പിക്കും. അങ്ങനൊന്നുമില്ല, ഞാൻ കരഞ്ഞാ പറയും എന്തിനാ കരയണത്? ഞാൻ കരഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്തിനാ കരയണത്? അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മളെന്താ പറയാ? എന്നോട് അങ്ങനെ അവനൊക്കെ അവന് ഇഷ്ടമാണ്, ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് നീ എന്നോട് തുറന്നൊന്ന് പറയും. ഞാൻ അങ്ങനൊന്നുമില്ലമ്മാ, ഞാൻ വരും എല്ലാം ശരിയാവും, വരും ഇതെന്നെ ദുബായിലാകുമ്പോ പറയാം. ഞാൻ വരും വരും, അല്ലാതെ ഒന്നും പറയില്ല. പാപ്പ മരിച്ചിട്ട് വന്നിട്ട് മരിച്ച് വന്ന് 7 കഴിഞ്ഞു. 8ൻ്റെ അന്ന് പോകാനുള്ള ഒരേ തിരക്കാ, കൊറോണ ടൈമാണ്. അപ്പൊ ഈ 7ൻ്റെ അന്ന് പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ 40 ദിവസം നിൽക്കുമോനെ, 40 ദിവസം നിൽക്കുക, എങ്ങനെ പിടിച്ചു നിർത്താന്നുള്ളതിൽ നിൽക്കുമോനെ. പിന്നെ പാസ്പോർട്ട് ഞങ്ങളെ കാണിച്ചിട്ടേ പിന്നെ എവിടെ പാസ്പോർട്ട് വെച്ചെന്നറിയില്ല കൊടുത്തിട്ട്. അവൻ വന്നിട്ട് പാസ്പോർട്ട് അവിടെ വെച്ചെന്നല്ല, അവന്റെ കൂട്ടുകാരൻ അവിടുന്ന് റൂമിലിരിക്കണമെന്ന് പറഞ്ഞ നാശിക്ക് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണ്ട, കുറച്ച് ദിവസം അവിടെ നിർത്തി, അതിന് ഇവിടെ ഉണ്ടല്ലോ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം. അതായത് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഖത്തറിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു പറയുകയാണ് ചെയ്തതെന്ന്. അപ്പം അതിനുശേഷം അതിൻ്റെ അകത്ത് ആശി പറയുന്ന ഒരു കാര്യം, പാസ്പോർട്ട്, മൊബൈൽ ഫോൺ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും കുടുംബം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് മൂത്ത ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും കൂടി പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അതിന്റെ യഥാർത്ഥം പറഞ്ഞ ഇവൻ പോയിട്ട് 3 വർഷമായി. പാപ്പ മരിച്ചിട്ട് പോയിട്ട് 3 വർഷമായി. 3 വർഷം കഴിഞ്ഞിട്ട് ഇവൻ വന്ന്. എങ്ങനെ വന്ന്? ഇവർ 2 പേരും കൂടി വന്ന് കൊച്ചിയിൽ റൂം എടുത്ത് മൂന്നാറ്, കൊടൈക്കനാല്, ഊട്ടിയൊക്കെ പോയി കറങ്ങി. ഇവൻ വരുന്നുണ്ട് എന്ന് വേറൊരാൾ വിളിച്ചുകൊണ്ട് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇല്ലമ്മ ഞാൻ വന്നിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. പിന്നെ ഇവനെ മൂന്നാറ് വെച്ചിട്ട് എൻ്റെ വലിയ മോന്റെ കൂട്ടുകാരൻ കണ്ട്. എന്താ ഇവിടെ വെച്ചപ്പോ ഇല്ല ഞങ്ങളൊരു ട്രിപ്പ് വന്നതാണ് പറഞ്ഞു. കണ്ടപ്പോ ഇവിടെ വന്ന് പറഞ്ഞു ആഷിക്ക് മൂന്നാറുണ്ട്, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞപ്പോ ഞാൻ മെസ്സേജ് അയച്ചപ്പോ ഡിലേറ്റ് ആക്കി, നോക്കണില്ല, ഫോൺ എടുക്കണില്ല. ഞാൻ എവിടെ? പക്ഷെ അവന്റെ മൊബൈൽ ഇവനെ നോക്കി, ഞാൻ എന്തായാലും ജാസി ആദ്യം കാണും അല്ലേ? അത്രയും അങ്ങനെ കാണും, അത്രയും ലോക്കിൽ പെടുത്തിയിട്ടിരിക്കുന്ന അവിടെ വന്നില്ലേ. വന്ന് ഞങ്ങൾ അറിഞ്ഞു പറഞ്ഞപ്പോ ഞാൻ മെസ്സേജ് അയച്ചു, മോനെ നീ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു, നീ ഇനി ഒരു കള്ളത്തരം ചെയ്യാൻ നിൽക്കണ്ട. ശരി, ഞാൻ എൻ്റെ മോൻ കംപ്ലൈന്റ് ചെയ്യാൻ പോകണം. എന്തുകൊണ്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും? എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ എത്തിയിട്ടില്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല, എനിക്കിതിനൊരു പരിഹാരം കാണണം പറഞ്ഞു. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞത് ഇവനെ അറിഞ്ഞു. ആര്? ജാസി അറിഞ്ഞു. ജാസി അറിഞ്ഞതും ജാസി അങ്ങനെ അവനെ കയറ്റി വിട്ടു. നീ പൊയ്ക്കോട്ട് കയറ്റി വിട്ടു.
ഗൾഫിലേക്ക്. അങ്ങനെ അവൻ അവിടെ പോയി ഇറങ്ങി ഇവൻ്റെ അടുത്ത് ഒരു ഉറുപ്പില്ല. ഈ അഴുക്ക് ഡ്രസ്സ് കൊണ്ട് അവനാണ് പോയത്. അവിടെ പോയത് ഇവർക്ക് പനി വന്നപ്പോൾ ഒരു കാർ ഡ്രൈവറിന്റെ കാറിലാണ് ഇവർ എപ്പോഴും അവിടെ പോകുക പുറത്തൊക്കെ. ആ കാർ ഡ്രൈവറിന്റെ അടുത്ത് പോയി പെട്ടിട്ട് അയാള് കാറിൽ 2 ദിവസം കടന്നു. ഒരു ഉറുപ്പില്ല, പൈസ അല്ല കണ്ടിട്ട് കടന്ന്. അയാൾ എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്ത് പിന്നെ അവന്റെ കൂട്ടുകാരനൊക്കെ അവനെന്തോ ഒരു പൈസ എന്താ കുറച്ച് കൊടുത്ത്. അങ്ങനെ ഇവന് നല്ല പനി വന്നിട്ട് ആ കാർ ഡ്രൈവർക്ക് എൻ്റെ ഏട്ടന്റെ നമ്പറാണ്, ഒന്ന് വിളിക്കുകയും വേണ്ടി കൊടുത്തു. അപ്പൊ ആ കാർ ഡ്രൈവർ ഏട്ടനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. ഏട്ടൻ അതായത് മൂത്തേട്ടൻ സുജീബ് എവിടെയാണ് പുള്ളി? നാട്ടിലുണ്ട്. ഇപ്പൊ നാട്ടിലുണ്ട്. അല്ല, ആ സമയത്ത് എവിടെയാണ്? ഖത്തറില്? ഇല്ല, ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ വിളിച്ച് പറയാൻ പറഞ്ഞ് നമ്പർ കൊടുത്തു. ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആശി ഇവിടെ ഉണ്ട്, ആശിക്ക് പനിയാണ്, അവൻ തന്നതാണ് നമ്പർ, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞു. അവൻ പനിച്ച് കിടക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അവനങ്ങോട്ട് വരണം എന്നാ പറയുന്നത്. കയ്യില് പൈസ ഒന്നുമില്ല, വരണം എന്നാ പറയുന്നത്. അപ്പൊ വരാൻ പറയുന്നു. അപ്പൊ എനിക്ക് വയ്യാവുണ്ട്. എന്റെ മൂത്ത മരുമോള് വിളിച്ചു പറഞ്ഞു, മക്ക് നീ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഭാബി വിളിച്ചു പറഞ്ഞു. ഇവ എന്നെ കാണാണ്ട് പോയപ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനായി. അപ്പൊ എനിക്ക് വയ്യാണ്ടായി BP കൂടി. ഇവനും എൻ്റെ ഇളയച്ചിയും കൂടി ആസ്പത്രിയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുന്നപ്പോൾ എനിക്ക് ഇവരൊക്കെ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറ്റിയെന്ന് അവർ ചോദിച്ചു. ഒന്നുമില്ല, ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും വന്നത്, പക്ഷെ എന്നോട് അവര് ചോദിക്കണില്ല. അവനോട് ഒന്നുമില്ല പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉമ്മക്ക് വയ്യ, അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ഞാൻ വരാ പറഞ്ഞു. പക്ഷെ അപ്പൊ അവനിക്ക് ഇങ്ങോട്ട് വരണം. എന്തുകൊണ്ട്? ഇവിടെയാണ് ഈ ഒരു പേരിൽ അവനിക്ക് ഇങ്ങോട്ട് എത്തിയ ഇവിടെ നിന്നിട്ട് അവിടേക്ക് പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അന്ന് എനിക്ക് തോന്നിക്കണേ വരണ്ട കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്നെ കാണണം വരണം, എനിക്ക് കരയണവന് എന്നെ കാണണം വരണം പറഞ്ഞപ്പോ എന്റെ മനസ്സങ്ങോട്ട് അതിന്റെ കുട്ടി ഇത്ര വിഷമത്തിലല്ല അവിടെ ഇരിക്കണത്, വരാൻ പറ്റും. അതിന്റെ സാമ്പത്തിക ചെലവൊക്കെ നടത്തിയത് നിങ്ങൾ തന്നെയാണോ? അവന്റെ റൂമിലത്തെ ചെക്കന് അവന്റെ കടയിലത്തെ അവര് ടിക്കറ്റ് എടുത്തു കൊടുത്ത് വന്നിട്ട് ആ ഡ്രൈവർ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്, 11:30 ലാൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. വിളിക്കാൻ പറ്റില്ലല്ലോ ഇതിന് അവിടെ ഉള്ളത്. അപ്പൊ ഇവന്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു വരുന്നുണ്ട്, എനിക്ക് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു അവനൊരു പരിപാടിക്ക് പോയിട്ട് വന്നിട്ട് കിടക്കുകയായിരുന്നു. അവൻ മെസ്സേജ് കണ്ടില്ല. രാവിലെ എണീച്ചിട്ട് ആഷിക്ക് കയറിക്കണത്ര 8:30 11:30 ഇവിടെ ഇറങ്ങും, എന്താ വേണ്ടി ചോദിച്ചു. പോകാൻ നമുക്ക് പറഞ്ഞു. അവന്റെ കൂട്ടുകാരന്റെ വണ്ടി പിടിച്ച് ഞങ്ങൾ പോയി. ഞാനും എന്റെ മരുമോളും 2 കുട്ടികളും സുജിമോനും അവന്റെ കൂട്ടുകാരനും അവന്റെ വണ്ടിയിലെ പോയി. ഞങ്ങൾ ഒരു 10 മിനിറ്റ് വേഗം പോയി. ഞങ്ങളോട് ഒന്നും ചെയ്യാന്നില്ല, വേഗം പോയി. എന്താ പറയുക, സമയമായില്ലേ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, വേഗം പോയി. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ എയർപോർട്ടിൽ അവിടെ എത്തി ഞങ്ങൾ അവിടെ തിരയണ് ഇവന് ഇങ്ങനെ വരിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ എൻ്റെ മോമ്പർ നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ അവിടെ പോയി നോക്കട്ടെ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഇപ്പം ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് ഞങ്ങളവിടെ കണ്ടത് ഇവന് അങ്ങനെ ധരിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ, ഞങ്ങൾ പോകുന്ന പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മോൻ പോയി കൈ പിടിച്ച് ഇന്നെ കണ്ട് ഞാൻ കണ്ടപാടും കരഞ്ഞപ്പോൾ അവന് കരയണ്ട ശരി നടക്ക് പോകും. അപ്പൊ ഇവനെന്താ കാട്ടി, ഇവന്റെ പെട്ടി അങ്ങനെ കൈ കൊടുത്ത് ഇവന്റെ ബാഗില്ലേ പാസ്പോർട്ടുള്ള ബാഗ് അങ്ങനെ സുജിന്റെ മോന്റെ തോളിലിട്ട് കൊടുത്തു. എടാ അവൻ പിടിച്ച് വലിച്ചു വാങ്ങുക ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇട്ട് കൊടുത്തു. ശരി പോവുക ചോദിച്ചപ്പോ പോവുക. ഇല്ല ഞാൻ ഇല്ല ഞാൻ വൈകുന്നേരം വരാം. ഇല്ല നടക്ക് പോവുക. അവൻ പറഞ്ഞവൻ കേൾക്കും, പേടിയാണ്. നല്ല കൂട്ടുകാരെ പോലെ ഇവര് 3 പേരും കൂട്ടുകാരെ പോലെയാണ്. പക്ഷെ അവനൊത്തിരി ഒരു ബഹുമാനം കൊടുക്കും. ഞാൻ പറയും ബാപ്പാന്റെ സ്ഥാനമാണോ അവനിക്ക് നിങ്ങൾ എന്തൊരു ബഹുമാനം കൊടുക്കുക വേണം. ഇവർ രണ്ടാളും ഫ്രണ്ട്സിനെ പോലെയാണ്. അവന് ഇങ്ങനെ കൊടുക്കും. അപ്പൊ നടക്ക് പോകുക വെച്ചു. പിന്നെ വൈകുന്നേരം വരെ ഞാൻ ഇല്ല പോവുക പറഞ്ഞു. അങ്ങനെ വണ്ടി പോയി കയറിയിട്ട് എനിക്ക് നിപ്പില്ല. അവന് ഇവൻ വരികയല്ലേ, മറ്റവൻ വരികയാണ്. എന്റെ വലിയ സുജിമോൻ എന്താ പറഞ്ഞു തരട്ടെ, അവിടെ ജാസി ഉണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടുകാരന്റെ വണ്ടിയിലെല്ലാം ഞങ്ങൾ പോയി, നിങ്ങൾ പോയിക്കോളാം, ഇവിടെ എനിക്കുള്ള ആൾക്കാരുണ്ട്, ഞാൻ ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കാം അവിടെ പറഞ്ഞു. പക്ഷെ കണ്ടില്ല. അവിടെ കണ്ടിട്ടാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, പക്ഷെ അവൻ കണ്ടില്ല. അങ്ങനെ കൊടുന്നു ഇവിടെ വന്നിട്ട് അങ്ങനെ ഞാൻ വൈകുന്നേരം വരില്ല എന്നൊക്കെ ഇവിടെ നിപ്പൊന്നുമില്ല അവന്. അങ്ങനെ പറഞ്ഞു ഇവിടെ കുടുംബക്കാരൊക്കെ അവിടെ ചുറ്റുണ്ട്, അവരെല്ലാവരും ഇവിടെ വന്നവനെ കണ്ടു. 3 വർഷമായാലും പോയിട്ട് വന്നിട്ടും വരാണ്ട് പോയില്ല. ഇപ്പൊ ഇവന്റെ പ്രശ്നങ്ങൾ നല്ല ഗംഭീരമായി നടക്കുന്ന സമയമല്ലേ. ഇവനെ കണ്ടപ്പോ എല്ലാവരും വന്ന് ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെയും കാണാൻ വന്നു. കൂട്ടുകാരന്മാരൊക്കെ കണ്ടിട്ട് ഇവനെ കണ്ടിട്ട് എന്തിനാണ് നീ ഇതിൽ നിന്ന് വിട്, വേറെ ഒന്നും അവര് കണ്ടില്ല. എല്ലാരും വന്ന് ഇവനെ വിളിച്ച് സംസാരിച്ച് നീ ഇതിന്ന് വിട്, ഇത് നല്ലൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. ഞാനതിനൊന്നും ഇല്ലല്ലോ. ഞങ്ങളോട് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഞങ്ങളോട് പറഞ്ഞത്
ഈ സുഹൃത്തുക്കൾക്കൊന്നും ഇപ്പൊ പഴയ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു ജാസിയുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം എന്നെ അടുപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് പറയുന്നത്. അങ്ങനെയല്ല. അപ്പം ആദ്യം ഞാൻ ഫസ്റ്റ് ഗൾഫിൽ നിന്നപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം എയർപോർട്ടിൽ വിളിക്കാൻ വരും. ഞാൻ ഒരിക്കൽ ബോട്ടിലെല്ലാം കൊണ്ടുവരും. അതായത് ജാസിയായിട്ട് ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ല, ജാസിയായിട്ട് ബന്ധമുണ്ട്, പക്ഷെ ആർക്കും അറിയത്തില്ല ആ സമയത്ത്. പഴയതുപോലെയല്ല, ഫ്രണ്ട്സുകളായിക്കോട്ടെ. അപ്പം എനിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്യാങ് വേറെ, ആ ഒരു സംഭവമായി. പിന്നെ എനിക്കും അവിടെ നിൽക്കാനൊരു മൂടുണ്ടായില്ല. വന്ന ഉടനെ കൂട്ടുകാരെല്ലാം ഇവിടെ എത്തി, കാണാൻ വേണ്ടി വന്നു എല്ലാവരും. വന്ന് പിന്നെ എനിക്ക് വണ്ടിയൊന്നുമില്ല, കൊണ്ടകലും കൊണ്ടുവരലൊക്കെ അവരെന്നെ. അങ്ങനെ ഇപ്പം അവർ പറഞ്ഞു കൊടുത്തു, ആശയ്ക്ക് ഇതിന് നിൽക്കണ്ടാ, നീ എന്തിനാടെ അങ്ങനെ നിൽക്കണത്, നീ എന്താടെ ഇങ്ങനെ അയക്കണം എന്നൊക്കെ അവരെ സങ്കടങ്ങൾ പറഞ്ഞു. അല്ലടാ അങ്ങനൊന്നും ഇല്ല, എങ്ങനെയല്ല, എല്ലാവരും വന്നു ഇവനെ കാണാൻ. പിന്നെ ഇവനിക്കൊരു കുറ്റബോധം, ഞാൻ അങ്ങനെ ആയെന്ന് എല്ലാവരും അങ്ങനെ നോക്കും. പക്ഷെ ഇവനെ കണ്ട എല്ലാവരും നോക്കൂ. പൊതുവെ ഇവനെ എപ്പോഴും നല്ല സ്വന്തമുള്ളൊരു മോനാണ്. എല്ലാവരും നോക്കും, പെൺകുട്ടികളും നോക്കും, ആൺകുട്ടികളും നോക്കും. അപ്പൊ ഇവരെ കണ്ടപ്പോ ഇവനെ എല്ലാവരും ഇവിടെ പള്ളി അടുത്താണ്, നമസ്കരിക്കാൻ ആൾക്കാർ. ഇവനെ ഇതുകൊണ്ടാണ് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നത്, ഒരു കുറ്റബോധം എനിക്ക്. വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ആരും പഴയതുപോലെ തന്നെ ഒരു ഇതല്ല. ഞാൻ വേറെ ഏതോ നാട്ടിൽ പോയി, എല്ലാവരും തൂച്ചിട്ട് നോട്ടവും. വേറൊരു മറ്റൊരു എൻ്റെ വീട്ടിൽ തൊട്ട് പള്ളിയാ. വെള്ളിയാഴ്ച ഞാൻ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോൾ പള്ളിക്ക് വരുന്ന ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ തുറച്ച് നോട്ടം. അപ്പൊ നാട്ടിൽ നിൽക്കാനൊരു മൂടില്ല. എല്ലാവരും എന്താ നോക്കുള്ളൂ. ഞാൻ പറഞ്ഞ മനുഷ്യനെ കണ്ട മനുഷ്യന്മാര് നോക്കുമല്ലോ. നീ പിന്നെ ഗൾഫുകാരനല്ലേ, വന്നപ്പോ നിന്നെ കണ്ട നോക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ കൊണ്ട് ഉള്ളിലേക്ക് വരും. അങ്ങനെയാണ്. അപ്പൊ പിന്നെ എന്താണ്, രാത്രി പുറത്തിറങ്ങുള്ളൂ. പൊതുവെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പണി കഴിഞ്ഞിട്ട് വന്ന് അങ്ങനെ കിടക്കും, 4 മണിക്ക് ശേഷം ഒരുങ്ങിയിട്ട് പുറത്തിറങ്ങുള്ളൂ. വെയിലുള്ളൂല, അങ്ങനെയാണ് അവന്റെ സ്വഭാവം. അപ്പൊ അവർ വൈകുന്നേരം പുറത്തിറങ്ങുള്ളൂ. അപ്പൊ എവിടെ പോവുകയാണെങ്കിലും ചോറ് തിന്നാനോ ചായ കുടിക്കാനൊന്നും എനിക്ക് നേരം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ വാരി കൊടുക്കണം, തിന്ന് വേണ്ടി. കുളിച്ച് ഡ്രസ്സ് മാറി ടേബിളിൽ വെച്ചത് ഞാൻ വാരി കൊടുക്കും, ഇനി തിന്നാണ്ട് പോകണ്ടാൻ വേണ്ടി. അപ്പൊ പകുതി തിന്നും പകുതി പോകും. അങ്ങനെ എപ്പോൾ വരാൻ വേണ്ടി പോകും. അപ്പൊ എവിടേക്കാ പോകണം, ഇപ്പൊ വരാൻ വേണ്ടി പോകും. എൻ്റെ കയ്യിൽ 1 ഉറുപ്പ്യല്ല. അങ്ങോട്ട് തരുമ്പോൾ 50, ഇങ്ങോട്ട് തരുമ്പോൾ 100 വട്ടം പോകുള്ളൂ. എനിക്കില്ല, ഒന്നും ഇല്ലാണ്ട് വന്നിക്കണം. അവന്റെ പെട്ടിയിൽ എന്താ ഉള്ളത് കേട്ടോ, 3-6 വീട്ടിൽ അഴുക്ക് ഡ്രസ്സുകൾ, പെട്ടി അഴുക്ക് ഡ്രസ്സ് അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അവിടെ. മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ പാസ്പോർട്ട്, ഇതൊക്കെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ എന്താണ് വാസ്തവം? എന്നെ എയർപോർട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഫോണെല്ലാം മേടിച്ചു വെച്ച്. എൻ്റെ ഫോണ് ആര് മേടിച്ചു വെച്ചു? എൻ്റെ വീട്ടിൽ. എൻ്റെ പാസ്പോർട്ടെല്ലാം ഇപ്പം എൻ്റെ വീട്ടിലുള്ളത്. ആരാ മേടിച്ചു വെച്ചത്? എൻ്റെ ബ്രദർ മേടിച്ചു വെച്ചിരിക്കുക. ആയിട്ടില്ല. അവൻ പാസ്പോർട്ട് ഇങ്ങനെ കൊടുത്ത പാസ്പോർട്ട് ഇവിടെ ഉണ്ട്, മൊബൈൽ അവന്റെ കയ്യിൽ. പാസ്പോർട്ട്, അതായത് ഞാൻ ചോദിക്കുന്നത്, പാസ്പോർട്ട് പിടിച്ചു വെക്കുകയാണോ ചെയ്തത്, അതോ പാസ്പോർട്ട് നിങ്ങൾ ഏൽപ്പിക്കുകയാണോ? പാസ്പോർട്ട് എന്റെ കയ്യിൽ അവിടെ ഉണ്ടായിരുന്നു. അത് അല്ല, പിടിച്ചു വെക്കുകയാണോ ചെയ്ത്? നിങ്ങൾ പിടിച്ചു വെക്കുകയാണോ? പാസ്പോർട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് തരാൻ മോനെ, നീ വന്നിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നീ ഒരു 10 ദിവസം ഇവിടെ ഇരിക്കും. 10 ദിവസം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിന്നെ പറഞ്ഞേക്കാം. നിനക്കെന്തിന് പാസ്പോർട്ട് കയ്യിലേ, ഞാൻ തരാം നിനക്ക് പാസ്പോർട്ട്. ഇപ്പൊ തരും. അപ്പൊ ഇല്ല, 10 ദിവസം നിൽക്കും. നീ വന്നിട്ട് 5 ദിവസമല്ലേ ആയിട്ടുള്ളൂ, 3 കൊല്ലായില്ലേ നീ പോയിട്ട്. ഇല്ല, ഞാൻ നിൽക്കൂല, എനിക്ക് പോണമ്മ, എനിക്ക് അങ്ങനെ അവിടെ അങ്ങനെ ആക്കണം. അവിടെ നീ പോയിക്കോ കുട്ടി, അവിടേക്ക് പോയിക്കോ, നീ എന്തിന് കൊച്ചിയിലേക്ക് പോണ്ടാവുന്നു. അപ്പൊ പിന്നെ ഒരു ദിവസം രാത്രി ഇവിടുന്ന് പോകുമ്പോ പോയി ചായ കുടിച്ചിട്ട് തന്നെ ഇറങ്ങിപ്പോയി. കൂട്ടുകാരുടെ വണ്ടിയിൽ പോയിട്ട് അവന് കല്ലേക്കാട് എവിടെ പോയിട്ട് ഒരു ബസ്സിൽ കയറിയിട്ട് അവൻ കുറ്റിപ്പുറം പോയി. അവൻ പറഞ്ഞില്ലേ, ഫോൺ നമ്പർ കയ്യിൽ എഴുതിയിട്ട് പോയി. അല്ല, അപ്പൊ അതിൻ്റെ അകത്ത് കൃത്യമായ ഒരു ക്ലാരിറ്റി കൊടുക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ഫോൺ നിലവിൽ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുവാണോ? അപ്പൊ അത് കള്ളമായിരുന്നു? അത് കള്ളമാണ്. പേഴ്സും ഫോണും അവന്റെ ഇവിടെ വാങ്ങിയിട്ടില്ല. പാസ്പോർട്ടില്ല, ഫോണില്ല, പേഴ്സില്ല, 3 സാധനമല്ല. ഞാൻ എൻ്റെ പേഴ്സ് എനിക്ക് വേണം. പാസ്പോർട്ട് ഫോണും വെച്ചോ, എനിക്ക് എൻ്റെ പേഴ്സ് ഉണ്ട് ചിലവിന്. അപ്പോ ഞങ്ങളോട് ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമായിരുന്നു. പച്ചക്കള്ളമാണ്. അവന്റെ ഫോൺ അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അവനക്ക് പിന്നെ മെസ്സേജ് അയക്കാൻ എന്റെ കാട്ട് പുറത്തു പോയിട്ട് കുട്ടികളുടെ നെറ്റ് കണക്ട്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഈ കയ്യിൽ ഉമ്മ കണ്ടു കാണുമല്ലോ, ഫുൾ കണ്ടു കാണുമല്ലോ, കയ്യിൽ എഴുതിക്കൊണ്ടാണ്, നമ്പർ എഴുതിക്കൊണ്ടാണ് പോയത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്താ പറയുക, ജാസിന്റെ നമ്പർ എനിക്ക് അറിയില്ല, പിന്നെ ഒരു പാർട്ടിക്കാരുടെ നമ്പർ ഞാൻ കയ്യിൽ. ഫോണ് ജസ്റ്റ് എന്നോടൊന്ന് ചോദിച്ച് വാങ്ങിയിട്ട് എഴുതിന്നല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനൊന്നുമല്ല, ഫോൺ അവന്റെ കയ്യിലുണ്ട്. ഫോണില്ല, പേഴ്സില്ല. മറ്റൊരു ഫോണിൽ നിന്ന് വിളിക്കാനൊന്നും ശ്രമിച്ചില്ല? അല്ല, ജാസിന്റെ നാട്ടിലത്തെ നമ്പർ എനിക്ക് അറിയും, ഫോണിലുള്ള സേവ്. പിന്നെ ഒന്നാമത് എനിക്ക് ഇവിടുത്തെ ഫോൺ ഇട്ടിരിക്കാൻ കഴിയില്ല, ഇവിടുത്തെ സിമ്മില്ല. ഞാൻ തരുമ്പോൾ ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കാൻ കണ്ടോ, എൻ്റെ ഉച്ചയ്ക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് അതിന്റെ നമ്പറൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ടിക്ടോക്ക് ഉണ്ട് ഫോണിൽ, അതുകൊണ്ട് സിം വരാൻ പറ്റില്ല. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ജാസിയുടെ നമ്പർ ഇവിടുത്തെ നമ്പർ ഇല്ലല്ലോ. ഫോൺ അവന്റെ ഫോണൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അത് ചെയ്തില്ല, അത് ചെയ്യേണ്ടിയിരുന്നില്ല, അത് ചെയ്തില്ല. ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ ഫോൺ ഞങ്ങൾ കൊടുത്താൽ അവനിക്ക് വിളിക്കാണ്ടാവും, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ഫോൺ കൊടുത്തു. രാത്രി 12-1 മണിക്കൊക്കെ കയറി വരിക. കൂട്ടുകാരന്മാരുടെ എന്നോ തന്നെ ഇപ്പൊ വന്നതല്ലേ വിട്ട് അതിന് ചക്കന്മാരൊക്കെ കൊടുന്നു വിടും. 12-1 മണിക്കൊക്കെ തന്നെ വരിക. വന്നിട്ട് അങ്ങനെ ഫോൺ നോക്കി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങും.
ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇവന്റെ മെസ്സേജുകൾ ഇങ്ങനെ കിടക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. എന്ത് എന്താ ഉമ്മ എന്താ കണ്ടത് ഫോൺ ഉമ്മ കണ്ടത് പറഞ്ഞാൽ, നീ അവിടുന്ന് ഉമ്മ തന്നാ ഒന്നും കഴിക്കരുത്, ഉമ്മ നിനക്കതിൽ മരുന്നിട്ട് തരും, ഉമ്മ എന്ത് വന്നാലും നീ കഴിക്കാൻ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് വന്നാളെ, നീ അവിടെ കഷ്ടപ്പെട്ട് നിൽക്കൊന്നും വേണ്ട. ഇവനെന്താ വിളിക്കുക, ഇക്ക, അവനെ ഇക്കാന്ന് വിളിക്കും, ഇവ മോളൂസെന്ന് വിളിക്കും ഫോണിൽ. അങ്ങനെ അവ ഇക്ക, ജാസി ഇക്കാന്ന് ഇവനെ വിളിക്കും. ജാസി ഇവനെക്കാട്ടി മൂത്തതാണ്, 35-36 വയസ്സായി. ഇവനെ 30 വയസ്സുള്ളതാണല്ലോ ജാസി പറയുന്നത്. 30-33 വയസ്സൊക്കെ അവനക്ക് മൂക്കും ഉണ്ട്. നമ്മുടെ ചെക്കന്മാര് പറയും. മോന് താഴെ. മോൻ എത്ര വയസ്സുണ്ട്? 29 വയസ്സ്. 29. അത് കറക്റ്റ് തന്നെയാ. അപ്പം ജാസിക്ക് 30 വയസ്സുള്ളതാണ് പറയുന്നത്. 33-34 വയസ്സായിരുന്നു ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ വിളിക്കുക. പിന്നെ അവരെ മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ, ഇത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പറയും, നീ അവിടെ നിന്ന്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. ഇവര് ഫോൺ അങ്ങനെ ഉറങ്ങും, ആദ്യം ഫോൺ അങ്ങനെ ഇട്ടിട്ട് ഉറങ്ങും. ചില ഫോൺ ഒരിക്കൽ ഫോൺ ഇവന്റെ താഴത്ത് വീണ് കട്ടിന്റെ ഇടയിൽ പെട്ട് അവൻ ഫോണ് കാണാണ്ട് ഇങ്ങനെ ബേജാറിൽ കരയുന്നു. മോന്റെ ഫോൺ നിങ്ങൾ എടുത്തോ, എന്റെ ഫോൺ. ഞാൻ പറഞ്ഞു, നിന്റെ ഫോൺ എന്തിനാ മോനെ എനിക്ക്. ഇപ്പൊ 8:30 ഇപ്പം പോകും, അവന് നേരത്തെ പോകും, വീട്ടിലാരുമില്ല, ഞാനുള്ളൂ. ഇവരൊന്നും ഞങ്ങളുടെ ശ്രദ്ധിക്കാൻ നിൽക്കൂല. നിന്റെ ഫോൺ എന്തിനാ ഞാൻ എടുക്കണേ, ഞാൻ എടുത്തിട്ടില്ല, കട്ടിന്റെ ഇടയിൽ പെട്ടിക്കും. പിന്നെ ബേജാറ്, എന്താ അവൻ വിളിച്ചിക്കണോ ഇതാക്കിക്കണോ നോക്കാനുള്ള ബേജാറാണ് അവനിക്ക്. ആ ഫോൺ കാണുന്നത്, ഫോൺ കൊണ്ട് എല്ലാവരും എപ്രാളം കാട്ടി ഫോൺ നോക്കിയിട്ട് താഴത്ത് കിടക്കുന്നത് എടുത്തു കൊടുത്തു. ഇതിനാണ് ഇപ്പൊ ഇത്ര നേരം നീ ചത്തട്ടത് ചോദിച്ചു. എല്ലാം ചത്തടും, ടെൻഷനായിട്ടുള്ള ചത്തടും. അല്ല, മോശമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ടോ ഉമ്മ? കണ്ടു പറഞ്ഞ അവര് ഞാനങ്ങനെ ശ്രദ്ധിക്കൂല. ഞാൻ കുട്ടികളെ അങ്ങനെയൊക്കെ മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ മോളൂസ് വിളിക്കും, അവക്ക വിളിക്കും, എന്നെ നീ വരാൻ വരും, ഞാൻ തന്നെ ലോക്കാക്കിക്കാണ്, പാസ്പോർട്ടോട് വാങ്ങി വെച്ചിരിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവനോട് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോ പിന്നീട് പോയി, അതായത് കൊച്ചിയിലേക്കല്ല മലപ്പുറത്തേക്ക് പോയി. ജാസിയുടെ വീട്ടിലേക്കാണ് നേരെ പോകുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്. അവിടെ പോയി. പോയിട്ട് അതിനുശേഷം വിളിച്ചോ ഉമ്മാനെ എപ്പോഴാണ്? അതിനുശേഷം പിന്നെ എപ്പോഴാണ്? ഞാനിവിടെ രാത്രി കാണാണ്ടായപ്പോ ഇവന് കംപ്ലൈന്റ് ചെയ്യാൻ പോകാറുണ്ട്. ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ പോകാറപ്പോ ഞാൻ പറഞ്ഞു, മോനെ കംപ്ലൈന്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും, പോലീസുമാര് കയറി നമ്മൾ ആരാണ്ട് വീട്ടിലിരിക്കുന്നത്, ഞാൻ വാടക വീടാണ്, വാടക വീട്ടിലിരിക്കണ്, അവര് ഇവിടെ കയറി ഇറങ്ങി ചിലപ്പോൾ ഓണർ പറയും ഇത് ശരിയാവില്ല, അവർ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പം ഇവന് ഒരു പരാതി കൊടുത്ത് ഇങ്ങനെ പോയിക്കണ്. എന്നിട്ടൊരു പരാതി ഇവനും എൻ്റെ കൂട്ടുകാരും പോയി കൊടുത്തു. അപ്പൊ ഞാൻ രാവിലെ വിളിക്കണം, അമ്മ ഞാൻ കുറ്റിപ്പുറത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അമ്മായിമാൻ്റെ അവിടെയാണോ ചോദിച്ചപ്പോൾ ആ പറഞ്ഞു. അവിടുന്ന് അവന് ഭക്ഷണമൊക്കെ കഴിച്ച് അടക്കി ഇരുന്ന് അവിടെ പുഴ വരുമ്പത്തൊക്കെ പോയി ഫോട്ടോകളൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ പറഞ്ഞു പോയിട്ട് ഇതാ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്തിരിക്കണു പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുന്ന് അങ്ങനെ 2-3-4 ദിവസം നിന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നു. 3 ദിവസം കഴിഞ്ഞ് പിന്നെ വന്നു. അത് നമ്മളോട് പറഞ്ഞിട്ടില്ലെന്നായിരിക്കും. ഫസ്റ്റ് പോയിട്ടാണ് അത്, ഈ ഫസ്റ്റ് പോയതാണ്. പിന്നെ വന്നിട്ട് 3 ദിവസം 2 ദിവസം വന്നിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഇനി ഇവനെ വിടൂലെന്ന് ഞാൻ പറഞ്ഞു. വിടാൻ പറ്റില്ല സുജി, ഞങ്ങൾക്ക് സംസാരിക്കണം. പാസ്പോർട്ട് ചോദിക്കാൻ വേണ്ടി ആയിരിക്കും വന്നതായി. ഞാൻ പാസ്പോർട്ട് കഴിയുമ്പോൾ പാസ്പോർട്ട് തരാലോ, ഞാൻ ഇപ്പൊ പാസ്പോർട്ട് നിനക്ക് തരാണ്ടിരിക്കൂലല്ലോ. ഒരാഴ്ച നിൽക്കുക ആശിക്കേ, നീ വാപ്പ മരിച്ചിട്ട് 7 ദിവസം വന്നത്, വന്നിട്ട് ഒരു വാപ്പ മരിച്ചിട്ട് പോയി ഒരു ഉമ്മാനെ കാണുമ്പോൾ നീ ഒരു 10 ദിവസം നിൽക്ക്, ഞാൻ തരാം നിനക്ക് പാസ്പോർട്ട്. എന്റെ ജീവിതമാണ്, നിന്റെ ജീവിതം ഞങ്ങൾ പാഴാക്കൂല, ഒരിക്കലും പാഴാക്കൂല, തരാ പറഞ്ഞപ്പോ ആ തരുമല്ലോ, ആ തരാ പിറ്റേ ദിവസം രാത്രിക്കും പോയി. അതാണ് പറഞ്ഞ സഖാവിന്റെ പട്ടാമ്പി. സഹാബിന്റെ എന്നല്ല, ഈവന്റെ അമറൊക്കെ അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഫോൺ ഉണ്ടല്ലോ. ശരിക്കും ഇവര് കൊച്ചി പോയി റൂമൊക്കെ എടുത്ത്. അപ്പൊ അതൊക്കെ ഗിമ്മിക്ക് കഥകളായിരുന്നോ, ചുമ്മാ ഉണ്ടാക്കിയെടുത്ത കഥകളാണോ? സഹാബിന്റെ അതൊന്നും എനിക്കറിയില്ല, അതില്ല. പക്ഷെ ഫോൺ അവന്റെ കയ്യിലുണ്ട്. ഫോണൊന്നും ഞങ്ങൾ വാങ്ങി വെച്ചിട്ടില്ല, ഒക്കെ വെറുതെ പറയണം. എന്നോട് ചോദിക്കും, ഫോൺ വാങ്ങിച്ചിട്ടില്ല. പിന്നെ അവൻ പോയി കൊച്ചി പോയി റൂമൊക്കെ എടുത്ത്. പിന്നെ അവന് വിളിയും ഇതൊന്നും ഇല്ല. പിന്നെ ഇവര് ഫസ്റ്റ് വന്നപ്പോ ഒരു പൂജ നടത്തിയിട്ടുണ്ട്. പൂജ അത് എത്ര 40,000 ഉറുപ്പ്യ വെച്ചിട്ട്. എന്ത് പൂജന്ന് എന്തൊരു പൂജ പറയാ, എനിക്ക് അതിന്റെ പേരൊന്നും കിട്ടൂല. എന്തിനു വേണ്ടിയുള്ള പൂജ? ഇവൻ പിന്നെ വിട്ട് വരാതിരിക്കാൻ, ജാസിനെ വിട്ടിട്ട് ആശി വരാൻ പാടില്ല, അതിനൊരു പൂജ നട്ടിട്ട് കരീഷ്മ കരീഷ്മ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. കരീഷ്മ പറഞ്ഞ പെണ്ണ്. അല്ല, ഞാൻ ചോദിക്കുന്ന പൂജ എന്ന് പറയുമ്പോ ഹിന്ദുക്കളുടെ ആചാരത്തില് അമ്പലത്തിൽ പോയിട്ട് ചെയ്തിക്ക. അങ്ങനെ പൂജയുണ്ടോ? എന്തൊരു ചാത്തനെ കുടി വെക്കുക. ചാത്തൻ എനിക്ക് അങ്ങനെ കിട്ടില്ല, ഞാൻ ചോദിക്കുന്നത് അത് എങ്ങനെ ഉമ്മ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു പറഞ്ഞ ഇവന്റെ ഫോണില് പൂജ കഴിക്കണ ഫോട്ടോ ഉണ്ട്. ഒരു ഇരുട്ടത്ത് തീ ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും.
അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ അത് വേറൊരാൾ കൂട്ടുകാരൻ അയച്ചു കൊടുത്താണ് മെസ്സേജ് മോനിക്ക്, അവൻ്റെ ആർക്കാ അയച്ചു കൊടുത്തേ? വലിയ മോനിക്ക് അയച്ചു കൊടുത്താണ്. ആ ചിത്രം ഉണ്ടോ ഇപ്പൊ കയ്യിലുണ്ടോ? എൻ്റെ അടുത്തില്ല, അവൻ ആർക്കും കൊടുക്കൂല, അത് അവൻ്റെ അടുത്തുണ്ട്. അതിലിങ്ങനെ പൂജ നടത്തിയിട്ടുണ്ട്. അപ്പം ഇവൻ ബീഫ് കഴിക്കൂല. അപ്പം ഇവിടെ വന്നപ്പോൾ എന്നോട് അവർ പറഞ്ഞു ബീഫ് കഴിക്കും. അപ്പം അന്നിപ്പോൾ വന്നു ഞാൻ ബീഫ് വെച്ച് ബീഫ് ബിരിയാണി വെച്ച് കഴിക്കുക. അപ്പം അങ്ങനെ എനിക്ക് ബീഫ് ഇഷ്ടമുള്ളൂ, എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കണമല്ല കഴിക്കണത്ര ബീഫ് കഴിക്കൂലേ വെള്ളിയാഴ്ച ദിവസം കഴിക്കൂല. വ്യാഴാഴ്ച കഴിക്കണല്ല കഴിക്കണ ഒരു കഷ്ണം കഴിക്കും. എനിക്ക് ബീഫ് ഇഷ്ടമല്ല, ചോറ് മാത്രം കഴിച്ചില്ല. അതിനെന്തെങ്കിലും പറയാം, ബീഫ് കഴിക്കരുത്, ഉമ്മ തിന്നരുത്. ഇവൻ ചെയ്തിട്ടില്ല, നല്ല പൂജ ചെയ്തു തന്നെ. ഇവൻ്റെ കയ്യിലൊരു മോതിരം, ഒരു വള, ആ വളമൊക്കെ പൊട്ടിച്ച് വലിച്ച് ഞാൻ അഴിച്ചു. പക്ഷെ അവനെ നമുക്ക് പിടിക്കാനും പറ്റില്ല, നമ്മളങ്ങനെ പിടിച്ചാൽ അങ്ങനെ അടങ്ങും. ഹൈറ്റും വെയിറ്റുള്ള ഒരാളല്ലേ, എന്നെ അധികം കാട്ടൂല. മോനെ എനിക്ക് ദേഹം വേദന ആവട്ടെ കൈതാകുമ്പോട്ട് പിടിച്ചു വെച്ച വള വാങ്ങി, ഒരു മോതിരം ഉണ്ടായിരുന്നു, അത് പിടിച്ചു വെച്ച് വാങ്ങി. അത് തിരിയും ഞാൻ പറഞ്ഞത് തന്നില്ല, അവർ ഒന്നും ആകൂല ഇങ്ങോട്ട് കാട്ടു പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി വെച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ പറ നടത്തിയിട്ടില്ല എന്ന് ആ അമ്മ അവിടെ പോയിട്ട് കൊച്ചി പോയിട്ട്. പിന്നെ എനിക്ക് അവിടെ പോയിട്ട് ഇവർ രണ്ടാളും എന്തൊക്കെ പ്രശ്നമായിട്ട് ഫോണ് തല്ലി പൊട്ടിച്ചിട്ട് ഫോണില്ല. അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ നമ്മളുടെ ഫോൺ എന്തോ തല്ലി പൊട്ടിച്ച കാര്യം. ഫോണൊന്നല്ല, എത്രണ്ണം തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ആശിയുടെ ഫോണ് തല്ലി പൊട്ടിക്കും, അടിക്കും, പിടിക്കും, ഒക്കെ ചെയ്യാം. ഈ ജാസി അടിക്കും എന്നൊക്കെ എങ്ങനെയാ ഉമ്മ എങ്ങനെ അറിയുന്നത്? ഒരിക്കൽ അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു ആ നന്ദിന്റെ പ്രശ്നത്തിലുണ്ട്, ഇവിടെ മുറി അവിടെ മുറി, അങ്ങനെ കരഞ്ഞിട്ട് എന്നെ വിളിക്കണമോ, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. ഇങ്ങോട്ട് വായോ ഇങ്ങനെ പറഞ്ഞോ? അതായത് ജാസി എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞ് സംസാരിച്ചു. ഞാൻ നന്ദിന്റെ റൂമിലാണ്. അതുകൊണ്ട് നന്ദിനി എന്നെ വിളിച്ചു, അമ്മ അവനെ നല്ല അടിക്കണ്ടുമ്പോ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോളെ അവനിക്ക് പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നു, വിസ കഴിഞ്ഞിരിക്കുകയാണ്, അത് നല്ല പ്രശ്നത്തിന്, അതിൻ്റെ അകത്ത് ഒരു ഉറുപ്പ്യ പോലും ഇല്ല, നീ എന്തെങ്കിലും സഹായിച്ച് അവനെ കയറ്റി വിടുക. അമ്മ ഞാൻ നോക്കട്ടെ പറഞ്ഞു. ആ റൂമിൽ പോയിനാണ് ഇവൻ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് അടിച്ചത്. അവിടെ പോയിട്ട് അടിച്ചത്, ഇവിടെ മുറി അവൻ പറഞ്ഞു ഞാൻ അടിക്കല, ഞങ്ങൾക്ക് അടിക്കുകയാണ് ചെയ്തത്. അവ ഒരൊറ്റ അടി കൊടുത്ത് ഈ കണ്ണിങ്ങനെ കറങ്ങിച്ച് ഇവിടെയൊക്കെ പാടൊക്കെ വന്നല്ലേ. ഞാൻ ചോദിച്ചു, മോനെ നീ ഇങ്ങനെ അടി കൊള്ളുന്നുണ്ടല്ലോ, നീ ഒരാളുടെ അടി കൊള്ളുന്ന ആളാണോ? നീ ഒരാൾ അടിച്ച് അവനെ നീ തിരിച്ചടിക്കുന്ന ആളല്ലേ, നീ എന്ത് ഇവന്റെ അടി കൊള്ളുന്നത്? ഞാൻ കൊടുക്കുമ്പോ ഞാൻ കൊടുത്തു പറഞ്ഞ അവൻ ഈക്കൂല, ഞാൻ അടിച്ചു പറഞ്ഞ അവൻ ഈക്കൂല, അങ്ങനത്തെ അടി ഞാൻ അടിക്കുമെന്ന്. അപ്പൊ അവൻ അത് പറയാ, നല്ല സൂര്യത ഒരു ആൺകുട്ടിയല്ലേ നീ എന്തിന് ഇവന്റെ അടി കൊള്ളാൻ നിൽക്കണം? ഞാൻ ഇവ അടിച്ച് കൊണ്ട് കരഞ്ഞിട്ട് വിളിക്കുമ്പോ ഞാനും കരയും. അപ്പൊ ഇവിടെ വലിയ മോന് പറയും, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണം, അവനിക്ക് ഇങ്ങോട്ട് ചിന്ത ഉണ്ടാവും. ഇവിടെ എന്നും വാപ്പ മരിച്ച പോലെ നമുക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. ഇവ എന്ന് ഇതിൽ പെട്ട് ഞങ്ങളുടെ കുടുംബത്തെ സമാധാനം പോയി. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഞങ്ങളോട് ആ വീഡിയോയിൽ പറഞ്ഞത് മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് അത് വീഡിയോ എടുത്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അല്ലായിരുന്നു സത്യം. അതില് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇവിടൊക്കെ വെച്ചതും ലിപ്സ്റ്റിക് വെച്ചിട്ടുള്ള മേക്കപ്പ് തന്നെയായിരുന്നു. അതും സത്യമല്ലായിരുന്നു. ഉമ്മാനെ വിളിച്ച് പിടിച്ച് പറഞ്ഞു ഇങ്ങനെ അടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് വിളിക്കുമ്പോ എത്ര വേദന ഉണ്ടാവും. ഒരു അഞ്ഞാണ്ട് അടി കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിന്നെ എത്രത്തോളം വളർത്തിണ്ടാക്കിയിട്ട് കണ്ടവന്റെ അടി കൊള്ളാനാണോ? നിന്റെ വാപ്പ നിന്നോട് എന്താ പറഞ്ഞു നിൽക്കണം? അപ്പൊ തിരിച്ച് തല്ലണം. ഒരു പരാതി കൊണ്ട് ഇവിടെ ആരും വരരുത് എന്നല്ല നിന്റെ വാപ്പ നിന്നോട് പറഞ്ഞിരിക്കണം, എൻ്റെ ഉപ്പ എന്നോട് അങ്ങനെ പറഞ്ഞിരിക്കണം. ഞാൻ കരഞ്ഞ നമുക്ക് അറിയൊന്നും വേണ്ട അവന്. പിന്നെ ഇവന് എല്ലാ കാര്യങ്ങളും പറയാം എൻ്റെ കൂട്ടുകാരി, എൻ്റെ പെങ്ങന്മാരോട്. പെങ്ങന്മാർ പറഞ്ഞാൽ ചെറിയ പന മക്കളോട് പറയും അങ്ങനെ അങ്ങനെയൊക്കെ. അപ്പൊ അവരെന്നോട് പറയും, എൻ്റെ ഉമ്മാനോട് പറയരുത്, ഉമ്മ ടെൻഷൻ അടിക്കുമ്പോൾ, ഉമ്മാനോട് പറയരുത്, ഉമ്മ ടെൻഷൻ അടിക്കുന്നത്. അവന് ചെയ്തതൊക്കെ അങ്ങനെ പറയും, ടെൻഷൻ അടിക്കണ്ട. അതേസമയം നമ്മൾ വിളിച്ചാൽ ഇങ്ങനെ മോനെ എന്തിനാ അതിനൊക്കെ നിൽക്കണ പറഞ്ഞാൽ ഫോണ് പിടിച്ചു വയ്ക്കും. അപ്പൊ നല്ല അനാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജാസി ഒരു ദിവസം കരഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാടാ, നീ എന്തിനാട് അവിടെ താങ്ങിട്ട് നിക്കണ്, ഇവിടെ വന്നാലും നിനക്കൊരു കൈത്തൊഴിലുണ്ട്, നല്ല ബേക്കറി പണി എടുക്കും, മിച്ചറിന്റെ മുറുക്കിന്റെ വാപ്പാന്റെ പണി അങ്ങനെ എടുക്കും. ഒരു കമ്പനിയുടെ നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പെടാലോ, പിന്നെന്താണ്, വാ നീ ഇങ്ങോട്ട് ഇവിടെ ജീവിക്കാൻ നമുക്ക്. ഇപ്പൊ ദുബായി പോയിട്ട് തന്നെ ജീവിക്കണം എന്നില്ലല്ലോ, നീ ഇങ്ങോട്ട് വാടാ. വിടില്ലടി, നീ ആരടി ചോദിക്കാൻ, അവനെ ഞാൻ വിടൂലടി. പിന്നെ വേറെ വാക്കൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞിട്ട് വിളിക്കും, വേറെ പല അനാവശ്യങ്ങളും ഇനി വിളിക്കും. ഞാനപ്പോ ഇങ്ങനെ ഇരുന്നോടെ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മോൻ കയറി വന്നു. എന്റെ മോൻ കയറി വന്നപ്പോ എന്താ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന ജാസി ഇങ്ങനെയൊക്കെ വിളിച്ചു മോനെ എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞ്, ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെ മോൻ കേട്ടിട്ട് നിന്നില്ലേ,
നിങ്ങളുടെ മോൻ അത് കേട്ടിട്ടുന്നില്ല, മുഖത്തൊക്കെ ഒന്ന് കൊടുക്കണം, ആരെടാ നീ വിളിക്കണ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചിട്ടാ നിങ്ങൾ വിളിക്കുമോ, നീ കേട്ടില്ല. ഞാൻ കൊടുക്കുമോ, ഞാൻ കൊടുക്കും. എപ്പോൾ കൊടുക്കും ചോദിച്ചു. എപ്പോൾ നീ കൊടുക്കും? ഭയങ്കര പേടിയാണ് ജാസിന്, ഭയങ്കര പേടിയാണ്. ഇവൻ പറയണ്ടല്ലോ ഇല്ലാന്ന്. അങ്ങനെ അതുപോലെ ഇവന് ലുലുന്ന് പറയട്ടെ, അത് ലുലുന്ന് ഇങ്ങനെ ഇവന് ഒരു സാധനങ്ങൾ, ഒരു വടിയും ചായയും വാങ്ങിച്ചു. ബാക്കി എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തില്ല. അതിൻ്റെ മാത്രം പൈസ കൊടുത്ത് ഈ സാധനങ്ങൾ റൂമിൽ വന്നു. റൂമിലല്ല, ഒരു കടയിൽ വന്നു. അത് ലുലുവിലത്തെ ആൾക്കാർ കണ്ടിട്ട് ഇവനെ മേലെ കൊണ്ടുപോയിട്ട് അവർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സൂക്കടുണ്ട്, എനിക്ക് സാധനം കക്കണ സൂക്കടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ അറിഞ്ഞ്. അപ്പോൾ അവിടെ ഇവരുടെ പെർഫ്യൂം റൂം ഈ ലുലുവിൻ്റെ തൊട്ടിൽ നടക്കും, ഫ്ലോറിലാണ് ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ. അപ്പോൾ ഇവിടെ നടത്താൻ പാടില്ല, ഇവൻ ഈ ഷോപ്പിൽ നിൽക്കണം, നടത്താൻ പാടില്ല അവർ ഇനി ഓണർന്നു. അപ്പോൾ ഇവൻ്റെ പണി പോയില്ലേ. ഇവർ രണ്ടാളായി. ആര് ഇവൻ്റെ വേറൊരു കൂട്ടുകാരൻ, ഇവർ മൂന്നാളായിരുന്നു. അവരായി. അവ റൂമിൽ, ഇവ ഷോപ്പിൽ. അപ്പം ഇവന് ഫോൺ ചെയ്യണേന് ഇവൻ്റെ ഫോണും അവൻ്റെ ഫോണും കണക്ട് ആക്കിക്കുക. ഇവിടെ എന്താ സംസാരിക്കണം അവിടെ അറിയാൻ. അതായത് ജാസിക്ക് ആഷിയുടെ എന്ത് നടക്കുന്ന കാര്യങ്ങളും അവിടെ ഓഫീസ് അവ വീട്ടു റൂമില്, ഇവര് കടയിലല്ലേ. അപ്പൊ കടയിൽ നിന്ന് സംസാരിക്കുമല്ലോ. അപ്പൊ ഇവൻ ഇല്ല പറഞ്ഞ എന്നോട് നിറയെ നേരം സംസാരിക്കും, വീഡിയോ കോളിലും ഒക്കെ സംസാരിക്കും. ഇവ ഉണ്ടെങ്കിൽ സംസാരിക്കൂല. പിന്നെ ഇവന് ഇത് കണക്ട് ആക്കിയെന്ന് അറിഞ്ഞപ്പോ ഇവ അവിടുത്തെ ഓഫീസർ ഫോണിന്റെ സംസാരിക്കുക. എൻ്റെ പോലെ എൻ്റെ ഫോൺ അവിടെ വെച്ചു. പിന്നെ എൻ്റെ ഫോൺ ചാർജറിൽ ഇട്ടിരിക്കണം. അതെന്താണ് ഇത് കണക്ട് ആക്കിക്കല്ലേ സംസാരിക്കണം അറിയാൻ. ഒരു ഭാര്യയും ഭർത്താക്കന്മാരും സംശയങ്ങൾ വരുമ്പോ അങ്ങനത്തെ ജീവിതമാണ് അവരുടെ. അല്ല, അവരങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരു രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. അവരങ്ങനെ തന്നെ പറയണത്. അവനിക്ക് പറയാൻ മാനക്കെടില്ലല്ലോ ജാസിക്ക്. എന്തൊക്കെ പറയണത്, ഒരു പെറ്റ തള്ള കേൾക്കണ വർത്താനാണ് അവൻ പറയണത്. ഒരിക്കൽ ഫോൺ ചെയ്തിട്ട് എന്നോട് പറയണേ, നിങ്ങളെ എനിക്ക് ആശിനെ വിട്ടു തരില്ല അല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ വിട്ടു തരില്ല, നീ ഒരു പെണ്ണൊന്നല്ലല്ലോ. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ വിട്ടു തരും, ഞാൻ എന്ത് കല്യാണം കഴിച്ചു തരും. ഒരു പെണ്ണൊന്നല്ലല്ലോ, ആണും പെണ്ണും കെട്ടവനല്ലേ. നിങ്ങൾ എന്നെ ഒരു പെണ്ണല്ല എന്ന് പറയാം, നിങ്ങളെ ഞാൻ കാണിച്ചു തരണ്ടെന്ന്. നീ ഒന്നും കാണിക്കൂല, കാണിച്ചു തരണ്ട് പറഞ്ഞു. പറഞ്ഞു. എന്നിട്ട് അവനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അസഭ്യം തെറി പറയും. നല്ല തെറി പറയും അവന്. എന്തൊക്കെ പറയുമ്പോട്ടാണ് ഒരു പെണ്ണുങ്ങൾ എങ്ങനെ ചീത്ത വിളിക്കുക, ഒരു കച്ചറ പെണ്ണുങ്ങൾ അതേപോലെ അവൻ ചീത്ത വാക്ക് വിളിക്കും. ഞാൻ പറയും വെറും തറയണവന്, വെറും തറയണവന് അങ്ങനെ ചീത്ത വിളിക്കൂ. കൊറേയൊക്കെ എൻ്റെ ഫോണിലുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന ഉമ്മാനെ അങ്ങനെ എന്തായാലും ഉമ്മ പ്രസവിച്ച മകനാണല്ലോ ആശി. അപ്പം ആശി പ്രതികരിക്കാറൊന്നും ഇല്ലേ? ഇല്ല, പ്രതികരിക്കാൻ പാടില്ല. അതിൽ വിഷമമൊന്നും തോന്നാറില്ലേ? എനിക്കുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചെയ്യും. എപ്പോ ചോദിച്ചു. എപ്പോ? ഞാൻ പറഞ്ഞു ഞാൻ വരും, എല്ലാം ശരിയായി വരും. ഞാൻ പറഞ്ഞു നീ എല്ലാം ശരിയായി വരുമ്പോൾ എല്ലാം കൈവിട്ട് പോകും, എല്ലാം കൈവിട്ടു. നിനക്ക് നിൻ്റെ ഉമ്മയെ നഷ്ടപ്പെടും, പിന്നെ നീ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ. പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ വരും. ഇനി നമ്മളെ സമാധാനിക്കാൻ പറയായിരിക്കും. എൻ്റെ മോനൊരിക്കൽ ചോദിച്ചു, എൻ്റെ വലിയ മോനെ അവനെ എന്തെല്ലാം വിളിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ ഇപ്പം മരിക്കുമ്പോൾ ഇവിടെ ഇപ്പം മരിച്ചിട്ട് കിടക്കുക. അങ്ങനെ എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുക, പ്രസവത്തിന് ഡേറ്റ് ആയിരിക്കുകയാണ്. ഇവ എന്താ പറഞ്ഞത് പറയട്ടെ, ഞാൻ ശപിച്ചാലുണ്ടല്ലോ ശപിച്ച പോലെ ഉണ്ടാവുന്നു. ആ കുട്ടിക്ക് പ്രസവിച്ചിട്ട് 5 മാസം കഴിഞ്ഞിട്ട് ഒരേ വയ്യാണ്ടായി. ഞങ്ങൾക്കിത് വിശ്വാസമല്ല. ഇവൻ പറഞ്ഞില്ലേ, പറഞ്ഞപ്പോൾ ഞാൻ ഇവൻ്റെ വേറൊരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവൻ പറഞ്ഞിക്കണം, നോക്ക് എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, 5 മാസം വരെ കുട്ടിക്ക് കുഴപ്പമില്ല. ഒരു ഡോക്ടർക്ക് പോയാലും കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടല്ലോ. കുട്ടി 4 ദിവസം എങ്ങനെയാണ് കുട്ടി അങ്ങനെ തളരും, ഛർദിക്കും, ഇങ്ങനെ തോള് കിടക്കും. ഈ പ്രസവിച്ച ഒരു പെൺകുട്ടി 5 മാസം അവിടെ പ്രസവിച്ച് വന്നിട്ട് ഇതാണ് അവസ്ഥ. ഈ കുട്ടീനായിട്ട് കാണിക്കാത്ത ഡോക്ടർമാരില്ല, കാണിക്കാത്ത സ്ഥലങ്ങളിൽ എൻ്റെ വലിയ മോനിക്ക് ഈ വിശ്വാസമില്ല, ഈ മന്ത്രമായൊന്നും വിശ്വാസമില്ല. അങ്ങനെ ആയി ഞങ്ങൾ വല്ലാണ്ട് മനസ്സ് മുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞേ, ഇങ്ങനെ ഒരു വാക്ക് അവൻ പറഞ്ഞിട്ടുണ്ട്, അതിലെന്തോ എൻ്റെ കുട്ടിക്ക് പറ്റിയിരിക്കുകയാണ്. മറ്റേ തള്ളാരല്ല നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്താണ് നിങ്ങളുടെ കുട്ടീനെ ഞാനാണ് ശപിച്ചത്, ഞാനാണ് സേവന ചെയ്തത്. എല്ലാ സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം കറങ്ങി തിരിഞ്ഞ ഒരു വോയിസ് ക്ലിപ്പായിരുന്നു ഉമ്മ കുണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ജാസിയെ പറയുകയും അതിനെ ജാസി എന്തോ വലിയ രീതിയിൽ ഉമ്മയോട് പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ ഫഹദാന്ന് തോന്നുന്നു അല്ലേ ഇറക്കിയത്? ഫഹദ് പേഴ്സണലി ഫഹദല്ല, ഈ നന്ദിനി പറയണ കുട്ടീനെ വല്ലാണ്ട് ചീത്ത പറയണ്ടല്ലോ, അവളെ ഞാൻ വെട്ടിക്കൊല്ലും, അതാക്കും ഇതാക്കും. അപ്പൊ ആ കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇവൻ കാരണം, ആഷിക്ക് കാരണം.
ഇതിങ്ങനെ കേൾക്കുമ്പോ അവൾക്ക് ആശികാരണോ ജാസികാരണോ? ആഷിക്കാണ് അവളോട് പോയി വട്ടാൽ ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവനാണല്ലോ എല്ലാത്തിലും വന്നിട്ട് ഞാൻ അവളെ കണ്ട വെട്ടിക്കൊല്ലും, എനിക്ക് വെറുപ്പാണ്, എന്റെ ജീവിതം, അവളെന്തിവന്റെ ജീവിതമാക്കി, ഒന്നും ആക്കിയിട്ടില്ല. അപ്പൊ ഈ കുട്ടി കരഞ്ഞും കൊണ്ട് ഇങ്ങനെ വിളിക്കന്നെ ഓരോ ഇതിലും, ഉമ്മ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആശീനെ ഉപകാരം ചെയ്തിട്ടുള്ളൂ, ഉപദ്രവം ചെയ്തിട്ടില്ല. പൈസ അല്ല പറഞ്ഞാൽ അതിന് പൈസ കൊടുക്കും, എന്തെങ്കിലും വായിക്കാൻ എനിക്ക് ഉപകാരം, ഞാൻ ശരിയാക്കി പറഞ്ഞേക്കാൻ പറയും. ഉമ്മ ടെൻഷൻ അടിക്കാണ്ട്, ഉമ്മ ടെൻഷൻ അടിക്കും, ഉമ്മാന്റെ മോനെ ഞാൻ ഒരു 1.5 മാസത്തിനുള്ളിൽ ഉമ്മ തെറ്റിക്കും എന്നൊക്കെ പറഞ്ഞോളൂ എന്നോട്. അപ്പൊ എനിക്ക് നല്ലൊരു സമാധാനം. അപ്പൊ ഞാൻ എന്തുണ്ടെങ്കിലും അവളെ വിളിച്ച് ചോദിക്കും, എന്താ മോളെ എന്തെങ്കിലും അറിഞ്ഞോ, ഒരേ പ്രശ്നങ്ങളാണ് ഇവിടെ, ഇങ്ങനെ അവളെല്ലാം എന്നോട് പറയും. അപ്പൊ എനിക്ക് ആ കുട്ടീനെ പറഞ്ഞപ്പോൾ വല്ലാണ്ട് സങ്കടമായി. നമ്മുടെ കാര്യം ഒരു കുട്ടിയല്ലേ, അവള് വല്ലാണ്ട് സങ്കടപ്പെട്ടപ്പോ ഞാനാണ് പറഞ്ഞത് അവളോട്, അവളെ അവനക്ക് പൈസ ഇല്ല, കാര്യങ്ങളും ഇല്ല, ഇങ്ങനെ ചെയ്ത് നീ ചെയ്യുന്നു. അപ്പൊ ആ കുട്ടീനെ എന്തിനാ അവൻ പറയണത് പറഞ്ഞിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നന്ദിനിനെ എന്തിനിങ്ങനെ പറയുന്നത്, ജാസി എന്തിനെങ്ങനെ പറയണത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. ഈവൻ എന്തിനെങ്ങനെ പറയണത്, കുണ്ടനാണ് ഇവൻ, കുണ്ടനല്ല ഇവൻ, വലിയ വർത്താനം. അപ്പൊ നിന്റെ വീട്ടിലടി 2 അതിനെ വിളിക്കടിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ കുഞ്ഞു കുഞ്ഞു പിള്ളേരില്ലടി അവനെ വിളിക്ക്, നീ ശരിയല്ലാണ്ടല്ലടി നിന്റെ 2ാമത്തെ മരുമകള് വീട്ടിലില്ലാണ്ട് പോയിരിക്കണം. എന്റെ 2 മരുമക്കളും ഇവിടെ ഉണ്ട്, അവളിപ്പോ ജോലിക്ക് പോയിക്കും, ഇത് മൂത്ത മോള് അതാണ്. അവരോട് ചോദിച്ചു നോക്കി എങ്ങനെയാണ് നിങ്ങളുടെ ഉമ്മാന്ന്, അവര് പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെ ദ്രോഹമുള്ളവരേക്ക് ഇവിടെ കല്യാണം കേട്ട് 7 വർഷമായി, അവൾ 5 വർഷമായി. ഇവൻ പറഞ്ഞിക്കാണ് നിന്റെ മരുമക്കള് വീട്ടിലിരിക്കാണ്ട് പോകണം, നിന്റെ ദ്രോഹം കണ്ടടി, നീ നേരാകടി, ഞാൻ നേരാകാൻ, മരിച്ചു പോണ ശരീരല്ലേ, ഞാൻ മരിച്ചു പോണ ശരീരം പട്ട് അവൻ കുറേ എന്നെ പറഞ്ഞു. അതിന്റെ മുമ്പ് കുറെ അനാവശ്യങ്ങൾ വിളിച്ചിട്ടുള്ള തെറി ചോദിച്ചപ്പോ ഞാൻ ആഷിക്കിന്റെ മൊബൈലല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി വേണം പോകണം, മെസ്സേജ് ആയിക്കോളും, നമ്മളിങ്ങനെ നോക്കൂലേ, അപ്പത്തിനും പോകും. പക്ഷെ ഇത് എനിക്ക് എടുത്തു വെക്കാനൊന്നും അറിയില്ല, ഫോണിന്റെ ഒരു വകതിരും എനിക്ക് അപ്പം അറിയില്ല. ഇതിന്റെ മുമ്പ് കുറേ മെസ്സേജുകൾ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്, കുറേണം കളഞ്ഞിട്ടുണ്ട് എന്നെ ചീത്ത വിളിച്ചത്. പക്ഷെ അതൊക്കെ അവന്റെ ഫോണിലുണ്ടാവും. എന്നിട്ട് അവൻ പറയും എന്നെ ഒന്നും വിളിച്ചിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ ഞാൻ നേരായി നടന്നൂടെ എന്നല്ല പറഞ്ഞു. ഇപ്പൊ അവൻ സമാധാനത്തിൽ പറയണം, ഞാൻ ആഷിക്കിന് ഫോൺ വിളിച്ച് അവനാ ഫോൺ എടുക്കുക, ഇവൻ ഫോൺ എടുക്കുള്ളൂ, അല്ലാണ്ട് ആഷിക്ക് ഫോൺ എടുക്കൂല. അപ്പൊ ഉമ്മ ചോദിക്കല്ലേ എന്താ ഞാൻ നിന്നെയല്ലോ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പറയണ ഉണ്ടാ ഫോണിന്റെ മോനിക്ക് കൊടുക്കണം, നിന്നെ ആരാടാ വിളിച്ചത്. അപ്പൊ ഞാനടി വർത്താനം പറഞ്ഞോട് പറയടി പറയും, നിന്നോട് എനിക്ക് പല സൗകര്യം ഇല്ലടാ അവര്. ആ ഫോണിൽ ഞാൻ കട്ടാക്കും, പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞോട്, പിന്നെ ഞാൻ വിളിക്കും. അപ്പൊ മാസക്കണക്കായി വിളിച്ചിട്ട്, ഇപ്പൊ മിനിഞ്ഞാന്ന് വിളിച്ച്, ഈ ഇന്റർവ്യൂ കഴിഞ്ഞില്ല, അപ്പൊ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഉപകാരമല്ലേ ചെയ്തിട്ടുള്ളൂ, എന്റെ പാസ്പോർട്ട് തരുമോ, വായ പാസ്പോർട്ട് തരാം, ആശി വിളിച്ചു, പാസ്പോർട്ട് തായോ, പാസ്പോർട്ട് തരാം പറഞ്ഞു. നീ ആ പാസ്പോർട്ട് തരാം, എന്റെ പാസ്പോർട്ട് സുജിക്കാൻ്റെ അടുത്തല്ല, എന്റെ അടുത്തുണ്ട് പാസ്പോർട്ട്, എന്തിനാണ് എനിക്ക് സുജിക്കാനത്ത് കൊടുക്കേണ്ട ആവശ്യം. ഞാൻ വരില്ല, നീ വരില്ലെങ്കിൽ തരില്ല, നീ വരില്ലെങ്കിൽ തരില്ല, ഇപ്പം എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞേക്കാന്ന് ഇല്ല പറഞ്ഞു, നീ വന്നാലേ പാസ്പോർട്ട് തരുള്ളൂ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് മിഞ്ഞാന്ന് വിളിച്ച്. അപ്പോൾ പിന്നെ ഞാൻ പറയണ്ട, നീ എന്തിനാണ്ട് അങ്ങനെ ഫഹദിനെ അങ്ങനെയൊക്കെ പറയണ്, ഫഹദ് എന്തിനാ ഞങ്ങളെ പറയണ്, ആരെയും ഞങ്ങള് ചോദിച്ചു, ആരെയും ഞങ്ങള്, നിന്നെപ്പറം നീ പ്രതികരിക്കുക, നീ എന്തിനാണ് അങ്ങനെ അനാവശ്യം വിളിക്കണത്, ഒരു ഏട്ടന്റെ സ്ഥാനമല്ലടാ അയാള്, എന്തിനാണ് അങ്ങനെ വിളിക്കണത് നീ. ഫഹദുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് എന്റെ വിഷമങ്ങൾ പറയാൻ ഒരാളായില്ലേ. അപ്പൊ നന്ദിനോടാ ഞാൻ പറയല്ല, നന്ദിനി മുഖാന്തരമാണ് അവരൊക്കെ അല്ലാതെ. നന്ദിനി എന്നെ വിളിക്കും, എപ്പോഴും വിളിക്കും, അവൾ ഇടക്കിടക്ക് വിളിക്കും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അവൻ പറയും ഉമ്മ പോയാൽ പോട്ടെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളെ നല്ല നിങ്ങളുടെ ശരീരം നോക്കിയെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ബന്ധമുള്ളൂ, അല്ലാണ്ട് ഇവരെ കാര്യം പറയുന്ന അവള് വിളിക്കൂല, ഇവരിനെ അവർക്ക് പറ്റിയല്ല അവൾക്ക്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണോ, അതാണ് ഇവരെ ലക്ഷ്യം. അപ്പം ഉമ്മ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ കിടന്ന് കറങ്ങുന്നൊരു കാര്യമുണ്ട്. ഇവരുടെ ജാസിയാഷി ഒഫീഷ്യൽ എന്ന് തന്നെ യൂട്യൂബ് ചാനലിലൂടെ ഇവർ അവതരിപ്പിക്കുന്നത് ഈ ഫഹദ് ഒരു ബൈസെക്ഷലാണ്, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണെന്ന രീതിയിലാണ് ഇപ്പോൾ ജാസി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുറേ തെളിവുകളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറയുകയുണ്ടായി. അതിനെന്താ ഉമ്മാക്ക് അങ്ങനെ എന്തെങ്കിലും? അവൻ നല്ലൊരു മനുഷ്യനാണ്. അവനെ ഇവരെ പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ, അവനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ അത് പിന്നെ ഓരോന്ന് ഒരു വീഡിയോ കണ്ടപ്പോ എന്തെങ്കിലും അവനെ ഉണ്ടാക്കുമല്ലോ, അവൻ കുണ്ടനാണ്, ഇവൻ കുണ്ടനാണ്, നല്ലപോലെ ജീവിച്ചൂടെ എന്നൊക്കെ പറയണ്ടല്ലോ. അതിന് ഇവൻ ഫഹദിനെ പറഞ്ഞിരിക്കുന്നു. ഫഹദ് അങ്ങത്താനല്ല, ഫഹദിന്റെ നാട്ടിൽ പോയ അന്വേഷിച്ചു. ഫഹദ് നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അത് കല്യാണം കഴിച്ചിരിക്കുന്ന രത്തിങ്കാനി എന്നൊരു പെൺകുട്ടിയാണ്. അവന്റെ കുടുംബം അവൻ നല്ല നോക്കുന്നുണ്ട്, അവൻ നല്ലൊരു മനുഷ്യനാണ്. അവൻ പറയണ്ടേ, എനിക്ക് ഉമ്മാനോട് ഇപ്പൊ ഇതൊന്നും കേട്ടിട്ട് ഒരു ഇതില്ല, എനിക്ക് എൻ്റെ ഒരു ഉമ്മ ഉണ്ട്, ഉമ്മാന്റെ വിഷമം കണ്ടിട്ടാണ് അതൊക്കെ കേൾക്കുന്നത്. നന്ദിനി പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി ഉമ്മ പറഞ്ഞു. ഞാൻ തന്നെ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അല്ലാണ്ട് ഫഹദ് അങ്ങനത്തെ ഒരുത്തനല്ലേ അല്ല,
നല്ലൊരു മനുഷ്യനാണ് അവന്. അവനൊക്കെ സംസാരിക്കുക ഡീസൻ്റ് ആണ്. ഇവനെ അവൻ്റെ ഉപ്പാക്ക് വിളിച്ചിട്ട് ഒരു 12 മണിക്ക് വിളിച്ച് ആ തന്തനോട് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരോട്? അതായത് ഫഹദിന്റെ അത് എന്നിട്ട് ഓഡിയോ എന്തോ ഇടുക എന്തോ ഓഡിയോയിൽ ഇങ്ങനെ പറയണ്ടല്ലോ ഫഹദിന്റെ. പക്ഷെ അതിന്റെ ഉമ്മ പറഞ്ഞത് വേണ്ടിട്ടില്ല. ഫഹദിന്റെ ഉമ്മ ഇവരെ തെറിവ് എല്ലാം പറഞ്ഞിരിക്കണം. അത് വിട്ടില്ല. ഫഹദിന്റെ ഉപ്പ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചപ്പോ അങ്ങനെ അപ്പൊ ഫഹദ് വിളിച്ച് ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ ആരും വിളിച്ചത്? ഇപ്പൊ ജാസിന്ന് ആരോ പണ്ട് ചങ്ങാതി വിളിച്ചടാ, പറയിപ്പാ ഫഹദ് നിങ്ങളെ നോക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഉറക്കത്തില് ഇവനെ എന്തിനാ വിളിച്ചെന്ന് എനിക്ക് ഞാനില്ല നോക്കുന്നില്ല എന്തോ രീതിയിലല്ലേ പറഞ്ഞു. ആ ഫഹദ് നോക്കണില്ല ഞാൻ പറഞ്ഞു. ഇവര് പറഞ്ഞിക്കണേ വേണമിട്ട് പറയിപ്പിച്ചിക്കണേ ഫഹദ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞോളേ. അപ്പൊ പൈസ എന്തെങ്കിലും വേണം ഉപ്പാക്ക്. അപ്പൊ ഇപ്പൊ അങ്ങക്ക് ചോദിക്കാറില്ല ഒരു 1.5 ലക്ഷം റുപ്യ പൈസ ചോദിക്കാറില്ല കണ്ട ഫഹദ് അവനോട് പറഞ്ഞിരിക്കണം. അല്ലാണ്ട് ഫഹദിന്റെ ഉപ്പ വേണമിട്ട് പറഞ്ഞിക്കല്ല, വെറുതെ പറഞ്ഞത്. അത് ഇവനും കളിക്കാണ്. ഇവര് വേറൊക്കെ മാറ്റിയിരിക്കണല്ലോ. അവന്റെ അമ്മ പറഞ്ഞതൊക്കെ ഇടാൻ പറയും, ഫഹദിന്റെ അമ്മ പറഞ്ഞത് ഇടാൻ പറയും. പക്ഷെ എന്റെ വോയിസ് ഇട്ടില്ലേ, അതിന് ഫഹദിന്റെ ഉപ്പാൻ്റെ ഇട്ടതാണ്. എന്റെ വോയിസ് ഇട്ടത് എന്നോട് ചോദിച്ചിട്ടാണ് ഇട്ടത്. അമ്മ ഞാൻ അത് കൊടുക്കൂട്ടോളി മട്ടാ കൊടുത്തോ, ഒരാൾ അറിയട്ടെ. എനിക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ, എനിക്കിപ്പോ പുറം ലോകം അറിയാത്ത ആളാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവര് ഫസ്റ്റത്തെ ഇവരെ പ്രണയം തുടങ്ങണ പാടും എൻ്റെ വലിയ മോനിക്ക് വിളിച്ചിട്ട്, അപ്പൊ എന്നെ വിളിക്കാനേ പോണില്ലല്ലോ, വിളിച്ചിട്ട് വലിയ മോനോട് പറഞ്ഞ് സുജിക്ക എനിക്ക് ആശിനെ വിട്ടു തരണം, എന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് ഞാൻ എഴുതിത്തരാം, എനിക്ക് ആശിനെ വിട്ടു തരണം. അപ്പോൾ സുജി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സ്വത്തും വേണ്ട മുതലും വേണ്ട, എനിക്ക് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടെ വേണം, എനിക്ക് എന്റെ മുതല് വേണം. എങ്ങനെ ജാസിയുടെ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് എഴുതി തരാം, ആശിനെ മാത്രം മതി. ആശിനെ വിട്ട് എനിക്ക് പിരിയാൻ പറ്റൂല, ഞങ്ങൾ അത്ര പ്രണയമാണ്. ഉമ്മാന്ത് പറഞ്ഞു മറുപടി? മോനോടെ പറഞ്ഞത് സുജിക്കാട്ടെ അല്ലേ? ഞാൻ പറ്റില്ല, തരുമോ കൊടുക്കും അങ്ങനെ. ഞാൻ പറഞ്ഞു ഒന്നിനെ കുഴിക്ക് കൊടുത്താലും ഒന്നിനെ മറ്റവർക്ക് കൊടുക്കൂല. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കൊടുക്കും, ഇതൊരു പെണ്ണല്ലല്ലോ, ഒരു ആണും പെണ്ണും കെട്ടവനോട് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ അവൻ്റെ അമ്മ നല്ല സപ്പോർട്ടാണ്. പോകുമ്പോ ബിരിയാണി ആയിട്ട് എന്തൊരു ഇഷ്ടമാണ്, എന്നെക്കാട്ട് ഇഷ്ടമാണ് ആ ജാസിന്റെ അമ്മനെ എനിക്ക്. ഉമ്മ കരയുമ്പോൾ എനിക്ക് സങ്കടമാവും, എന്നോട് പറയാണ്. അപ്പൊ ഞാൻ കരയുമ്പോൾ എനിക്ക് സങ്കടമല്ലേ ചോദിച്ചപ്പോ എനിക്ക് അതും ഉണ്ട്. അപ്പൊ നീ എന്താ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ ഞാൻ വരും, ഏത് കാലത്ത് വരും. 3 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന കോലമാണ് ഇപ്പോൾ. 11 മാസമായി, സെപ്റ്റംബറിൽ വന്നതാണ്. അപ്പോൾ 11 മാസമായി വന്നിട്ട്. ഒരു 5 ദിവസമല്ലേ നിന്നുള്ളൂ. ഈ 5 ദിവസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം മോനെ പല കബർശയാത്തിനൊന്ന് പോയിട്ട് വാ, നീ മരിച്ചിട്ട് പോയതല്ലേ ഇവിടുന്ന്. അപ്പോൾ പോയല്ല, അതിനൊന്നും നേരല്ല, എനിക്ക് ജാസിൻ്റെ അടുത്ത് എത്തണം. അങ്ങനെയുള്ളവന് ഇവിടെ 10 ദിവസം എന്നിട്ട് വാസി പിടിച്ചാൽ പാസ്പോർട്ട് വാങ്ങിയിട്ട് പോയിക്കൂടെ? എനിക്ക് അതിനൊന്നും നേരല്ല. പാസ്പോർട്ട് ഇടട്ട്, ഫോണൊന്നും ഇട്ടിട്ടില്ല, ഫോണും പേഴ്സും ഞങ്ങൾ വാങ്ങി വെച്ചിട്ടില്ല. ഇവനിക്ക് ബസ്സിന് അങ്ങോട്ട് കൊടുക്കണം പൈസ, പിന്നെ ഇവൻ്റെ അടുത്ത് ഇവിടുന്നാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വേറൊരു തരം ഉമ്മായിട്ട് എനിക്ക് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാട്ടോ നമ്മുടെ ആ രീതി. അതായത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഹാബിറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇവിടുന്ന് എനിക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. പെൺകുട്ടികളെ നോക്കും ചുരുക്കും, പെൺകുട്ടികളും ഏതൊരു കല്യാണക്കൂടി പോയാലും കേട്ടാലും ഇതിന്റെ പെങ്ങന്മാരത്തൊക്കെ വന്ന് പണ്ട് വെച്ച് ചുരുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോടേ പറയും ആ കുട്ടികളെ അങ്ങനെ നോക്കി, ഈ കുട്ടി ഇങ്ങനെ നോക്കി. ഇപ്പൊ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു ആഷിക്ക എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവാ, ഞാൻ ആഷിക്കാനെ കെട്ടാവാറ് പറഞ്ഞോ? ആ ഈ ഇടക്ക് പറഞ്ഞു. അവനക്കറിയത്, അവരുടെ പേര് ഞാൻ പറയാൻ താല്പര്യമില്ല. പക്ഷെ ആ കുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചൊക്കെ ചെയ്തു. എന്താ കുട്ടി എന്താ വിളിച്ചു പറഞ്ഞേ? ആഷിക്കാൻ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ആഷിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം, ഇവിടെ ഈ ഒരു പ്രദേശത്ത് കുട്ടിയൊക്കെ ലോങ്ങുള്ള കുട്ടിയാണ്, താല്പര്യമില്ല. ആ കുട്ടി പറഞ്ഞു ആഷിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമാണ്, ആഷിക്ക് എല്ലാം ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു മോളെ നീ നിന്റെ ജീവിതം പാഴാക്കണ്ട, ആഷിക്ക് അങ്ങനത്തെ കുഴപ്പത്തിൽ കിടക്കുന്നു. ഞാൻ എല്ലാം കണ്ടിട്ട്, ഞാൻ റീൽസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായതാണ്, എനിക്കെല്ലാം ആഷിക്ക് എല്ലാം ഒഴിവാക്കി വന്നാൽ ഞാൻ കെട്ടാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ടോ വരുന്നു ഇങ്ങനത്തെ അവസ്ഥയെ കിടക്കല്ലോ, ആഷിക്ക വരികയാണെങ്കിൽ ഞാൻ കെട്ടും, എനിക്ക് ആഷിക്കാൻ ഇഷ്ടമാണ്. അവനിക്കറിയത്, അവനോടെ പറഞ്ഞിട്ടുണ്ട് ആഷിക്കാൻ ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട മോളെ, നിങ്ങളും ഞങ്ങളും ഒന്നുകൊണ്ട് യോജിക്കൂല, നല്ല പാർട്ടിക്കാരാണ്, ഒന്നുകൊണ്ട് ഞങ്ങൾ യോജിക്കൂല, ഞങ്ങൾ ഇങ്ങനെ വാടക വീട്ടുകാരാണ്, ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. പിന്നെ ആഷിക്കിൻ്റെ ഇങ്ങനത്തെ, പക്ഷെ ആഷിക്ക് ഇങ്ങനെയൊന്നുമില്ല, നല്ലൊരു ആൺകുട്ടിയാണെങ്കിൽ ശരി നിങ്ങൾ എടുത്തോളി വേണ്ടി ഞാൻ തരും. പക്ഷെ ഇങ്ങനത്തെ ഒരു കൊണ്ടാൻ വേണ്ടി കിടക്കുമ്പോൾ ഒരു രക്ഷിതാക്കളും സമ്മതിക്കൂല. നിങ്ങളെ വളർത്തിണ്ടാക്കി ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, നല്ല നിലക്ക് ഏൽപ്പിക്കണം, നിന്റെ തന്തയും നല്ല ചിന്തിക്കണം. അത് കാരണം മോൾ ആ ബന്ധം അങ്ങോട്ട് വിട്ടാളയോ. എനിക്ക് ഇങ്ങനെ നല്ല ഇഷ്ടമാണ് ആഷിക്കാനെ. ഒരു ഉമ്മാനോട് വിളിച്ചൊരു കുട്ടി പറഞ്ഞാണ്, അവനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്, അവനിക്കറിയും.
അവനോടെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണ് ഉണ്ട്. ഇവരിങ്ങനെ മൊബൈലിലൊക്കെ അത് അല്ല ഉമ്മ ഇങ്ങനെ ആ പെൺകുട്ടി സംസാരിച്ച കാര്യം ആശയോട് സംസാരിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്താ ആശയുടെ മറുപടി? നമ്പർ കൊടുത്തിട്ടുണ്ടാകുക. അപ്പൊ എന്തായിരുന്നു ആശയുടെ മറുപടി? ഇനിയിപ്പോ എന്താണ്, എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്, ഇത് വിടാൻ പറ്റണ്ടേ, എങ്ങനെ എനിക്കിഷ്ടമാണ്. ഇനിയിപ്പോ ഇതിപ്പോ എന്താ കട്ടപ്പ്, ഇത് തലയെ കുടുങ്ങിക്കല്ലേ, ഇതിന് രക്ഷപ്പെടണം. ഇപ്പം സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ആശയ്ക്ക് അതിൽ നിന്നൊന്ന് മുക്തമായി ഒന്ന് പുറത്തോട്ട് വരണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വരണം. പക്ഷെ എന്റെ മനസ്സ് പിന്നെ അങ്ങോട്ടാ പോണത്. ഇങ്ങോട്ട് വന്നാലും എന്റെ മനസ്സ് അങ്ങോട്ടാ പോണത്. അപ്പൊ അതിന് നമ്മൾ കൊടുന്നിട്ടല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സെന്താണെന്ന് അറിയാനും. അവര് തമ്മിൽ അത്ര ആത്മബന്ധമായതുകൊണ്ടായിരിക്കും. അതായിരിക്കും. പക്ഷെ ഇവന് ഒരിക്കൽ വാപ്പ വയ്യാണ്ട് വന്നപ്പോ ഈ പ്രശ്നങ്ങൾ തുടക്കും. അപ്പൊ എനിക്കൊന്നും അറിയില്ല, ഇവര് കൗൺസിലിംഗ് ഹിപ്നോട്ടിസ് ചെയ്യാൻ കൊണ്ടുപോയി. കൗൺസിലിംഗിന് കൊണ്ടുപോയി. കൗൺസിലിംഗിലല്ല, ഹിപ്നോട്ടിസ് ചെയ്യാൻ കൊണ്ടുപോയി. ഹിപ്നോട്ടിസ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് അവിടുന്ന് സംസാരിച്ചു, ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. അവിടുന്ന് സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ അവനോട് സംസാരിച്ചപ്പോൾ എന്നെ കൊണ്ടുപോകാൻ പോകേണ്ടത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ അതിനെക്കാട്ടി വലുത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ട് ഇപ്പം എന്താണ്, അതൊന്നും നീ കാര്യം കണ്ട പൊയ്ക്കോണ്ട്. ഇവ അവിടുന്ന് മെസ്സേജ് അയച്ചിക്കുക പൊയ്ക്കോണ്ട്. റൂമിൽ പോയപ്പോൾ മോനാണ് പോയത്, വലിയ മോനെ പോയത്. അപ്പൊ ഫോൺ എൻ്റെ കയ്യിലല്ലേ, അപ്പൊ മെസ്സേജ് നോക്കിയപ്പോൾ കണ്ടതാണ്. നീ ഒന്നും വിട്ട് പറയണ്ട അങ്ങനെ. എന്നാലും ഇത്ര വലിയ വാപ്പ പറഞ്ഞിട്ട് ഉമ്മയും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് അപ്പഴ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ കേൾക്കണു പറഞ്ഞത്ര ആശയ്ക്ക്. എന്നിട്ട് അവിടെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയാം, നിങ്ങൾ കൊടുക്കണേക്കാട്ടും കെയർ അവൻ കൊടുക്കുന്നുണ്ട്, അതാണ് അവൻ അതിൽ പെട്ട് കിടക്കുന്നത്. സ്നേഹം, എന്ത് സ്നേഹം, എന്നും അടിമക്കാണോ, എന്നും ഇവര് അടിമക്കാണോ. ഇവര് ഞാൻ ഇവിടുന്ന് ഫോണ് വിളിക്കുമ്പോൾ എടുക്കാണ്ടിരിക്കൂലേ, അപ്പൊ എനിക്കറിയും അവിടെ പ്രശ്നമാണെന്ന്. അപ്പൊ ഞാൻ ഈ കൂട്ടുകാരനെ വിളിക്കും, എൻ്റെ മോനെ അവിടെ, അപ്പോൾ അവിടെ ഭയങ്കര അടിമക്കാണെന്ന് പറയും. 4 ഇവര് കൂട്ടുകാർ, ഒരു റൂമിൽ 4 ഇവര് 3 പേരായിരുന്നു. അവര് നല്ല ഫ്രണ്ടാണ്, എല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാർ. ഇവൻ എന്ന് ഇവരുടെ കൂടെ കൂടി ആ 2 ചെക്കന്മാരെയും പിരിപ്പിച്ച് ഇവർ 2 ഒറ്റക്ക് റൂമിലായി. അപ്പോൾ ഇവരുടെ കാര്യങ്ങളായില്ലേ, അങ്ങനെ ആക്കിയിട്ട് 2 പേരും പിരിപ്പിച്ച്. എന്നും അടിമക്കാണാണ്. ഇവനിക്കൊരു സ്വഭാവമുണ്ട്, തിന്നാൻ കൊടുക്കൂല. ആശിക്കിന് മുഖത്ത് നോക്കിയിരുന്നു തിന്നും. ഇതൊക്കെ ഇവ എന്നോട് പറഞ്ഞതല്ല, എന്നോട് പറയില്ല, ഞാൻ അമ്മല്ലേ. ഇവന്റെ കൂട്ടുകാരികളോടും പെങ്ങന്മാരോടൊക്കെ വിളിച്ചു ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട്. ഇവന് ഏറ്റവും അധികം ഷെയർ ചെയ്യണ ആരോട് അവരിനോട് പറഞ്ഞു. അല്ല എങ്കിൽ പോലും അപ്പം എൻ്റെ ഒരു സംശയമായിട്ട് ഞാൻ ചോദിക്കട്ടെ, അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജാസി അവിടെ പിടിച്ചു നിൽക്കുന്നത്? സോറി, ആശി അവിടെ എന്തിനാണ് ജാസിയോട് പിടിച്ചു നിൽക്കുന്നത്? എന്റെ ചോദ്യം അതാണ്, നീ എന്തിനാണ് പിടിച്ചു നിൽക്കണത്? നീ ഇങ്ങോട്ട് വാ. നിന്റെ മോൻ ഇന്നലെ വലുത് പറഞ്ഞു, എന്തിനാ നമുക്ക് മുഖമൊക്കെ നോക്ക് വല്ലാണ്ടുണ്ടല്ലേ, ഒരു സ്വയബോധമുള്ള മുഖമല്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ സ്വയബോധം ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡ്രഗ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളൊന്നും അല്ലല്ലോ. ഉണ്ട് എന്നൊക്കെ പറയണത്, നമുക്കറിയില്ല. ഡ്രിങ്ക്സ് ഉപയോഗിക്കണ്ടെന്നൊക്കെ പറയണത്. ഇവിടുന്ന് പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ആളാണോ? അല്ല, അതായിരിക്കും. മനസ്സൊന്നും തണുക്കണ്ടവർക്ക് ആയിരിക്കും. ഇവന് ഒരു പരിപാടിക്ക് പോകും, ഇവര് എന്തൊരു പരിപാടിക്ക് പോയാലും വന്ന റൂമിൽ അടിമക്കാണോ. അതെന്താ പറഞ്ഞാൽ ഇവനിക്ക് എല്ലാവരും കയറി മറിയാം, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ജാസി അവൻ പെണ്ണാണല്ലോ. ഇവൻ ആരോടും ഉണ്ട്, അവന്റെ വാലിൽ പിടിച്ചിങ്ങനെ പോണം. കണ്ടിട്ടില്ലേ നിങ്ങളെല്ലാരും? ഒന്നും ശ്രദ്ധിച്ചു നോക്കി. ആഷിക്ക് ഇങ്ങനെ നിൽക്കുള്ളൂ, ഇവനാണ് അവിടെ ചെയ്യുള്ളൂ. അപ്പോൾ ഏതോ ഒരു പരിപാടിക്ക് ഇവർ പോയപ്പോൾ ആഷി ഇട്ട ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് ആരോ പറഞ്ഞത്ര. പിറ്റേ ദിവസം കൊണ്ട് വന്നിട്ട് റൂമിൽ വന്നിട്ട് തിളച്ച വെള്ളത്തിൽ, ഉപ്പ് വെള്ളത്തിൽ ആ ഡ്രസ്സ് ഇട്ട്. ഇടണ്ട ആ ഡ്രസ്സ് തന്നെയാണ്. ഒരു പെണ്ണുങ്ങൾ ആണുങ്ങളോട് ചെയ്യൂലേ മാനസികമായിട്ട്, അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടെന്ന് നല്ല കാട്ടുണ്ടാവിനെ. ഇപ്പോഴത്തെ ഈ ഒൽപ്പീരൊന്നും എനിക്ക്, ഞാനത് അംഗീകരിക്കണമല്ലോ. പിന്നെ റൂമിൽ കാട്ടിയ അട്ടഹാസങ്ങൾ. ചിലപ്പോൾ ഉച്ചക്കൊക്കെ അവർക്ക് 3 മണിക്ക് തൊട്ട് രാത്രി 3 അങ്ങനെയൊക്കെ ഉണ്ട് വയ്ക്കുക. 3 മണിക്ക് ഇവർ പോയി പറഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ റൂം കടയിലുള്ള ചക്കൻ ചോദിക്കും, നീ കഴിച്ചോ ചോദിച്ചാൽ ഇല്ലടാ കഴിച്ചിട്ടില്ല. ഞാൻ ചോറ് വേണ്ടി നമുക്ക് കഴിക്കാൻ. കഴിക്കുമ്പോൾ ചിലപ്പോൾ കയറി വരും, അത്ര കൂട്ടി വരും. ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം കഴിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മുഖത്ത് നോക്കി തിന്നൊന്നും അവന് കൊടുക്കൂല എന്ന്. അപ്പം ഇപ്പം ചോദിക്കും, എന്തിനാടാ നീ ഇങ്ങനെ താങ്ങണം, ഇങ്ങനെ താങ്ങും. അപ്പം അവനെ പറ്റൂല, അവനെ പുറത്താക്കി. അവനെ ആകെ ഇപ്പം 2 ആൾ മാത്രമേ ഉള്ളൂ റൂമിൽ. എന്തൊക്കെ അട്ടഹാസങ്ങൾ കാട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്നോടും പറയാം സങ്കടത്തിൽ. ഇപ്പം എന്തിനാ മോനെ നീ സഹിച്ചിട്ട് നിൽക്കണ്, നീ എന്തിനാ ഈ സഹിച്ച് നിൽക്കണത്? അത് തന്നെയായിരിക്കും ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിക്കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകന്റെ ഒരു സംശയം അതായിരിക്കും. കാരണം ഇത്രയും പ്രശ്നം അവൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാസി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആശി ഇപ്പോഴും അവിടെ തന്നെ നിലനിന്ന് പോകുന്നു എന്നൊരു ചോദ്യം
അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അല്ല അവന്റെ കയ്യിൽ ഇവിടുന്ന് എത്ര സ്റ്റിച്ച് ഉണ്ട് ആരുടെ ആഷിക്കിന്റെ കണ്ടിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ മുറിച്ചിട്ടുണ്ട്. അവൻ പറയും ഇവിടുന്ന് മുറിച്ചിരുന്നു, ഇവിടെ മുറിച്ചതല്ല, അത് അവിടുന്ന് സംഭവിച്ചതാണ്. അവിടുന്ന് സംഭവിക്കുമ്പോൾ വീസൊക്കെ കേട്ട് പിടിച്ചിട്ട് ബ്ലോക്കായി കിടക്കുന്നു. അവിടെ ആസ്പത്രിക്കൊക്കെ കൊണ്ടാണ്ട് ഒരിക്കൽ കൂട്ടുകാരനും അതിൻ്റെ ഓണർ എവിടെയൊക്കെ പോയിട്ട് എൻ്റെ ഷോപ്പ് ഓപ്പണിങ്ങിൻ്റെ തിരക്കിലാണ് പോയിട്ട് കൈ പിടിച്ച് ഇവിടുന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ. കൂട്ടുകാരൻ വന്നിട്ട് എന്താടാ നീ കാട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന്, അങ്ങനെ ബ്ലഡ് അവിടെയാണ്. ഇതുകൊണ്ട് കണ്ടാൽ എനിക്ക് ഓർമ്മയില്ലാണ്ടായി. ഇത് കണ്ടിട്ടപ്പം അവനിക്ക് ദേഷ്യം വന്ന് ഇവനിക്കും അറിയും. അവനിക്ക് ദേഷ്യം വന്ന് എന്താ ഈ കാട്ടിനോണ്ട് ഇതാക്കി പിന്നെ അങ്ങനെ കൂട്ടുകാരനെ വിളിച്ച് എന്താ സാറോ ഇത് എന്താ ഇപ്പം എന്തൊക്കെ ഉണ്ടായിക്കണത്. അപ്പോൾ എന്നും പറയേണ്ട ഇങ്ങനെയാ മുറിച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെ പോയി സ്റ്റിച്ചൊക്കെ ഇട്ട് രണ്ടാളും എന്തോ പ്രശ്നം ഉണ്ടായിട്ട് രണ്ടാളും റൂമിലുണ്ടായിരുന്നു. ഇവര് പോയിട്ട് വന്നു. അപ്പൊ ഇവര് പെർഫ്യൂം തിരിച്ചു വരുമ്പോ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് ഈ കയ്യിൽ മൊത്തം രക്തമായിട്ട് മുഴുവൻ രക്തത്തിൽ കുളിച്ച് ഇവൻ കിടക്കുക, നമ്മുടെ ആശി കിടക്കുക. അപ്പം ആശിനെ ജാസി ഉപദ്രവിച്ചെന്നാണോ ഉമ്മ പറയുന്നത്, അതോ ഇവൻ തന്നെ മുറിച്ചാണോ? ജാസി പറയണ അവൻ തന്നെ ചെയ്തെന്നാണ്. ഇവര് പറയണ ഇവർ രണ്ടാളും അത് തന്നെ ചെയ്തിക്കാണെന്ന് പറയണത്. മനസ്സിലായില്ല. ജാസി ചെയ്തിക്കാണെന്ന് പറയണത്. ചെയ്തെന്നാണോ പറയുന്നത്? പക്ഷേ അന്ന് ഒരു ഡിസംബറിലായിരുന്നു ജനുവരി അവൻ്റെ ബർത്ത്ഡേ. ഇവിടുന്ന് ഒറ്റ മുറിയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവർ കൊണ്ടാകുന്ന രാത്രി ഫോണൊന്നും വിളിച്ചാൽ കിട്ടുന്നില്ല. ജാസിൻ്റെ ഫോൺ ഓഫാക്കി. അവൻ്റെ ഫോണിൽ നിന്ന് ആദ്യം വിളിച്ചാൽ കിട്ടുന്നില്ല, ആഷിക്കിൻ്റെ ഫോണിൽ നിന്ന് കിട്ടുന്നില്ല, അവൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ നെറ്റില്ല, വൈഫൈ ഇല്ല. എന്നിട്ട് അവരിങ്ങനെ പിന്നെ റൂമിൽ വന്ന ശേഷം വിളിച്ചില്ല, കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിയുള്ളൂ അരിക്കും നല്ല കൂട്ടുകാരൻ. ശരി മുറി കാണിക്കും, അനുഭവം കാണിക്കണില്ല, മുറി കാണിക്കുന്നില്ല. പക്ഷെ എന്നെ കെട്ടിക്കായിരുന്നു, ഞാൻ കാണിച്ചു തന്നെ എനിക്ക്. അപ്പം എന്താ മോനെ ഇത്, എന്താ ഇത് വലിയൊരു മുറിയാണല്ലോ. അപ്പം എല്ലാം ചെറുതാണ്. പിന്നെ സ്റ്റിച്ച് എടുത്ത് നോക്കിയപ്പോൾ ഇവിടുന്ന് ഒത്തട്ട മുറിയാണ്. അത് നിങ്ങൾ കണ്ടില്ല? ഇല്ല, അത് കണ്ടില്ല. അവൻ ഫുൾ കൈ അല്ലേ ഇട്ടുണ്ടോ, നമ്മൾ അറിയുന്നില്ലല്ലോ. അരക്കേ ഇടൂല. അവരൊരു പരിപാടിക്കാന്ന് എന്തോ ഒരു ഭാഗത്ത് പോയപ്പോ ഒരു ബാൻഡ് ഇട്ടിട്ടുണ്ട് കയ്യിൽ. എന്താണ് പുള്ളി എന്തോ ഒരു സ്ഥലത്ത് ഇവര് പോയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. അപ്പൊ അവന്റെ കയ്യിൽ ഇവിടുന്ന് ബനിയന ഇട്ടിട്ടുണ്ട്, അതിൽ ഇവിടെ കയ്യിലൊരു ബാൻഡ് ഇട്ടിട്ടുണ്ട് ആ കയ്യിൽ. അങ്ങനെയൊക്കെ തന്നെ സംഭവങ്ങൾ. അപ്പൊ ഇപ്പൊ ഉമ്മാക്ക് എന്താണ് ആശി, ഇപ്പൊ എന്താണെങ്കിലും ഈ ഇന്റർവ്യൂ ആശി കാണും, ഈ ഒരു അഭിമുഖം ആശി എന്തായാലും കാണും. ആശിയോട് എന്താണ് ഉമ്മാക്ക് അവസാനമായിട്ട് മോനെല്ലാം ഒഴിവാക്കി എൻ്റെ അടുത്തേക്ക് വരണം, എൻ്റെ മോനിൻ്റെ അടുത്തേക്ക് വരണം, എല്ലാം ഒഴിവാക്കി പോകാൻ ഞാൻ പറഞ്ഞു. അവൻ പെണ്ണോ ആണോ അവൻ എങ്ങനെ അവൻ്റെ ഇതിൽ ജീവിച്ചോട്ടെ, അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അവനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് അവൻ്റെ വീട്ടുകാർക്കുള്ളത്. അവൻ എങ്ങനെയും ജീവിച്ചോട്ടെ, പെണ്ണായിട്ടോ പെണ്ണാവാണ്ടോ ഓപ്പറേഷൻ ചെയ്യാണ്ടോ എങ്ങനെ ജീവിച്ചോട്ടെ, ഇവ ഇങ്ങോട്ട് വരണം, എല്ലാം ഒഴിവാക്കിയിട്ട് വരണം. അവൻ വന്നോട്ടെ, പാസ്പോർട്ട് അവനക്ക് ഇന്നും പോവാലോ, ആ ഷോപ്പിലേക്ക് ഇന്നും അവനെ വിളിച്ചോണ്ടിരിക്കണ്ടല്ലോ, പോയിക്കൂടെ, അവനിക്ക് പോവാലോ. നമ്മൾ പോണ്ട പറയണ്ടല്ലോ. അപ്പൊ നിങ്ങളന്ന് പറഞ്ഞില്ല പാസ്പോർട്ട് കൊടുത്തൂടെ അമ്മ, അപ്പൊ ഞങ്ങൾ കേട്ടാലേന്ന്. പാസ്പോർട്ട് ഇവിടെ ഉണ്ട്, ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അവൻ വരട്ടെ. ഇവിടെ വന്നപ്പോ അവൻ എന്താ പറയണേ, ഞാൻ അവിടെ വന്ന് എന്നെ ലോക്കാക്കും, എനിക്ക് ഇനി എന്തിനു ലോക്കാക്കണ്. അവൻ വന്ന് പാസ്പോർട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞയക്കും, ഞങ്ങൾ തന്നെയല്ലേ ഇപ്പൊ അവനെ പറഞ്ഞയച്ചത്. പിന്നെ അവൻ പറഞ്ഞല്ലോ ബോള് കളിക്കാൻ പോയിട്ടാണ് ഇവര് പരിചയപ്പെട്ടത്. ഇവൻ ബോള് കളിക്കാൻ പോയിട്ടേ ഇല്ല. ഒലവക്കോട് ഇവൻ പോയി, ഒലവക്കോട് അവൻ വന്ന്, ഇവൻ കണ്ണൂര് കളിക്കാൻ പോയി, കണ്ണൂരിൽ നിന്ന് ഇവന്റെ പെങ്ങളെ നോക്കി ഇവനെ നോക്കി. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതൊക്കെ കള്ളമായിരുന്നു. കളിക്കാൻ പോകുക ഇവര് കളിക്കും ഇവിടെ ഗ്രൗണ്ടില്, ചെക്കന്മാരൊക്കെ കൂടെ ഇവന്റെ കൂട്ടുകാരും. അല്ലാണ്ട് ഇവൻ ബോൾ പോലെ ഇഷ്ടമാണ്. അല്ലാണ്ട് ബോള് കളിക്കാൻ പോയിട്ട് ഇവനെ പരിചയപ്പെട്ടതാണ്, ഇത്ര വർഷമായി, അതൊക്കെ നോണയാണ്. ബോള് കളിക്കാൻ പോയിട്ട് ഇവനെ കണ്ടിട്ടില്ല, പിടിച്ചിട്ടില്ല. ഒലവക്കോട് പോയി, ഒലവക്കോട് അവന്റെ അമ്മായി ഉണ്ട്, ഒലവക്കോട് പുറത്ത് പടം അടുത്ത് തന്നെയാണ്. പിന്നെ അവന്റെ അമ്മായി അവിടെ ഉണ്ട്, അവന്റെ ആരുണ്ടായിക്കോട്ടെ, അതൊക്കെ കംപ്ലീറ്റ് നോക്കണം. ഒലവക്കോട് ഇവൻ കളിക്കാനേ പോയിട്ടില്ല. ഇവര് ഏട്ടനനിയന്മാരും കൂട്ടുകാരന്മാരും ഒപ്പം കളിക്കാൻ പോകുക. പിന്നെ ഇപ്പൊ എങ്ങനെ ഇവൻ മാത്രം പോയിട്ട് അവിടെ പോയിട്ട് ഇവന്റെ കൂട്ടുകാരന്മാരൊന്നും അറിയാത്തൊരു ബന്ധവിനെ അറിയാം. ഇവനൊരു പെൺകുട്ടിയെ നോക്കുകയാണെങ്കിൽ അവരറിയും, എല്ലാരും അറിയും, ഇവന്റെ പെങ്ങന്മാരും അറിയും. 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്റെ പാസ്പോർട്ട് വേണം, ഞാൻ വരികയാണ്, അല്ല എന്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു. ആ വാ മോനെ, ഞാൻ പാസ്പോർട്ട് തരാം, എനിക്ക് പോകണം, എന്റെ ജീവിതം നിങ്ങളാ പാഴാക്കി പറഞ്ഞു. ഞങ്ങൾ നിന്റെ ജീവിതം പാഴാക്കിയിട്ടില്ല, നീയായിട്ട് നിന്റെ ജീവിതം പാഴാക്കിയതാണ്. ഒരു 20 വയസ്സിലാണ് അവൻ ഇവിടുന്ന് പോയത്. നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് അവൻ പോയത്. നല്ല ഡീസൻ്റായി പൈസ കറക്റ്റായി അയക്കും, വരുമ്പോ നല്ല ഇതിൽ തന്നെ വരിക. അവൻ വന്ന അവിടെ ഒരു പെരുന്നാൾ തന്നെയാണ്. ഈ ഏട്ടനും ബാപ്പിനും ഞങ്ങളുടെ കുടുംബം നല്ല പോലെ തന്നെ ആയിരുന്നു. അല്ല അതിന് ഭയങ്കര മാറ്റം വരുമാ. അതിൻ്റെ അകത്ത് ഇപ്പം എന്താ പറയണ്ടേ, അല്ല അതിലേ ഞാനൊരു കാര്യം പറയട്ടെ ഉമ്മ, അതിൻ്റെ അത് വിഷമിക്കണ്ട.
അവൻ ഈ കാര്യം മനസ്സിലാക്കി വരാനുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ വിഷമത്തിലാണ്, സങ്കടത്തിലാണ് എന്നുള്ളത് ഇക്കാമാര് വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്ന പോലെ രണ്ട് വശവും ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ആ ചെയ്യുന്നത് മാധ്യമധർമ്മമല്ല. നിങ്ങൾ തന്നെ വരണം, നിങ്ങൾ തന്നെ അത് ഞങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ ഞങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നല്ലപോലെ ജീവിച്ചിട്ട് ഇതിലൊരു പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആയത് അത് പറയാം, അതും വേണ്ട പറയാം, നല്ലപോലെ തന്നെ ആയിരുന്നു. പക്ഷെ വന്നിട്ട് പോകുമ്പോഴോ നല്ല നിലക്ക് എൻ്റെ കുട്ടി ഇവിടുന്ന് പോയത് ഇതിലെന്ന് പെട്ട്, ഇവൻ്റെ എന്ന് പെട്ട് നാട്ടിലേക്ക് വരുന്നില്ല, എനിക്ക് കുടുംബം വേണ്ട, ഒന്നും വേണ്ട. ഈ ജാസിൻ്റെ ഉമ്മ അവിടെ പോയിരിക്കുമ്പോൾ അവിടെ പോയിരുന്നു ഈ തള്ള 3 മാസം അവിടെ നിന്നിട്ട് ഈ പെർഫ്യൂമിൻ്റെ ഓണറിൻ്റെ വീട്ടിലാണ് പോയിരുന്നു. അപ്പം ഈ സ്ത്രീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ നാട്ടിലല്ലേ, നിങ്ങൾ അതൊന്ന് ശരിയാക്കിയിട്ട് എൻ്റെ കുട്ടീനെ ഒന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അപ്പം ജാസിക്കാരനപ്പം അമ്മക്ക് സങ്കടമായിത്തറ. അപ്പം എൻ്റെ മോനെ എങ്ങനെ പറയണം, അങ്ങനെ നീ ജീവിക്ക്, അങ്ങനെ എൻ്റെ മോനിക്ക് വേണ്ടി നീ ജീവിക്ക്. അപ്പം അതുപോലെ ഒരു പെറ്റത്തള്ളല്ല ഞാൻ. അപ്പം എൻ്റെ വേദന കാണണ്ട. അപ്പം ആ സ്ത്രീ പറയണ്ടേ, നീ ഇങ്ങോട്ട് വരണ്ട, നീ നിന്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവണ്ട, എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ. ഇവര് എൻ്റെ ഉമ്മ എങ്ങനെ പറയണ പോലെ നിങ്ങൾ ജീവിക്കുക പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വിസ പുതുക്കിയിട്ട് പിന്നെ 3 മാസം സ്റ്റേ ആയിരുന്നു. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ മോൻ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ വാപ്പ മരിച്ചിട്ട് ഞാൻ ഇത് കഴിഞ്ഞിറങ്ങിയിരിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനും കാരണം എൻ്റെ വലിയ മോൻ എന്ത് പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾ പോകണ്ട, അവിടുത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ടെൻഷനാകും, പോകണ്ട. അപ്പൊ അവൻ പറഞ്ഞു, കൊണ്ടുവരണ്ട നിന്റെ ഉമ്മാനെ കൊണ്ടുവരണ്ട. അതുപോലെ ഇവന്റെ പൈസ 10 ഉറുപ്പ്യ അവൻ ചെലവാക്കൂല ജാസി, 1 ഉറുപ്പ്യ അവൻ ചെലവാക്കി അതിന് കണക്ക് പറയും. അപ്പൊ അവൻ വെച്ച് ഒലിപ്പിച്ച വർത്താനം പറയണ്ടല്ലോ, കണക്ക് പറയും. ബാക്കി കംപ്ലീറ്റ് ചെലവ് ഇവന്റെ ആശിന്റെ. അതെന്താ പറയുക, നാട്ടിൽ വന്ന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നല്ല പൈസ ആവും, അതിന് പൈസ മാറ്റി വെക്കണം. ഇവ ഒരിക്കൽ പറഞ്ഞ ഞാൻ ചെയ്യൂല, എനിക്ക് പേടിയാണ്. ഞാൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അവൻ ചെയ്തിട്ടില്ല. അവൻ വെറും ആൾമാറാട്ടായിട്ട് നടക്കുക തന്നെയാണ്. അങ്ങനെ പൈസ മാറ്റി വെക്കും. ഇവന്റെ പൈസയും കൊണ്ട് 1 ഉറുപ്പ്യ അവന്റെ കയ്യിലില്ലല്ലോ. ഇവനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ കൊടുക്കണം. ഭയങ്കര സംശയമാണ് എനിക്ക്. ഇവൻ ആരെ വിളിക്കുന്നുണ്ടോ, ആരുടെ കൂടെ പോകുന്നുണ്ടോ, അതൊന്നും എനിക്ക് പറ്റൂല. വന്നിട്ട് 11 മാസം 2 പെരുന്നാൾ കഴിഞ്ഞു. ഒരു ചെറിയ പെരുന്നാളും കഴിഞ്ഞു, ഒരു വലിയ പെരുന്നാളും കഴിഞ്ഞു. ഒരു പെരുന്നാളിന് അവരെന്തെല്ലാം അവിടെ കാട്ടിക്കൂട്ടുന്ന, ഡ്രസ്സ് എടുക്കാൻ പോണ, പെരുന്നാൾ ആഘോഷിക്കണം ഒക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ അത് കാണുമ്പോൾ എൻ്റെ മോൻ പറയും, നിങ്ങൾ എന്തിനാ അത് കാണണത്, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാനാണ്. അപ്പം എൻ്റെ മോനെ കേട്ടോ ഞാൻ വേഗം ഓഫാക്കി. അതുപോലെ ആ പെരുന്നാളിന് കുട്ടിക്ക് ഇങ്ങോട്ട് വന്നില്ല. ഇവൻ പറഞ്ഞ ആഴ്ചക്ക് എന്നെ വിളിക്കും, മാസം പൈസ അയക്കും എന്നാണ് ജാസി പറഞ്ഞത്. കേട്ടിട്ടുണ്ടാവുമല്ലോ അവൻ അങ്ങനെ പറഞ്ഞത്. ഇവ ഒരു പെരുന്നാൾ, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാളിന് പെരുന്നാരാവിൻ്റെ അന്ന് ഒരു 3000 രൂപ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ട് കൂട്ടുകാരനൊക്കെ അയച്ചു കൊടുക്കുക. കൂട്ടുകാരന്മാരെ ബന്ധമില്ലെങ്കിൽ അവർക്ക് അയക്കോ. ആ അയച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഉമ്മ ആശിക്ക് തന്നതാണ് ഈ പൈസ. അപ്പം ഞാൻ പറഞ്ഞ മോനെ 10 മാസമായി ഞാൻ പോയിട്ട് 1 ഉറുപ്പ്യ ഇതുവരെ അല്ലല്ലോ, എനിക്ക് വേണ്ട. ഇല്ലമ്മ അവൻ തന്നതല്ലമ്മ, നിങ്ങൾ വാങ്ങി. വേണ്ട മോനെ വേണ്ട. അപ്പോൾ അവൻ ഈ ടേബിളിൽ വെച്ചിട്ട് പോയി. ആ പൈസ ഞാൻ എടുത്തിട്ട് എൻ്റെ വലിയ മോനോട് എനിക്ക് പറയണമല്ലോ, എന്തും ഞങ്ങൾ ഷെയർ ചെയ്യും. മോനെ എങ്ങനെ ആശിക്കൊരു 3000 ഉറുപ്പ്യ അയച്ചിരിക്കണം. അപ്പോൾ അവൻ പറഞ്ഞ് എന്ത് പറ്റി അവനിക്ക്? ഞാൻ അത് എനിക്കറിയില്ല. അപ്പം അവൻ പറഞ്ഞ്, നിങ്ങൾ വാങ്ങണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങളുടെ മോനാണ്, വാങ്ങിക്കോളിയെന്ന് ഞാൻ പറഞ്ഞാൽ വാങ്ങണ്ടെന്നും ഞാൻ പറഞ്ഞില്ല. അവൻ്റെ ഒരു വർത്താനം ഇനി എന്നോട് പറയാൻ പാടില്ല. അതെന്തുകൊണ്ട് പറഞ്ഞാൽ അവന് പാസ്പോർട്ട് ചോദിച്ചൊരു വർത്താനം പറഞ്ഞിട്ട് വേണ്ടി അനാവശ്യം ജാസി പറഞ്ഞിട്ട് എൻ്റെ മോനെ. അവൻ്റെ വായി തുറന്ന് അവൻ പറയണ വാക്കുകളുണ്ടല്ലോ ഒരാളും കേൾക്കൂല. അതേസമയം അടുത്താണെങ്കിൽ ചെറു തല്ലിപ്പൊട്ടിക്കേണ്ട വർത്താനം പറയുള്ളൂ അവന്, അങ്ങനത്തെ വർത്താനം ഈ ചക്കൻ പറയുള്ളൂ. അപ്പോൾ അവന് പറഞ്ഞ്, ഇനി മുതൽ അവൻ്റെ ഒരു വർത്താനം നിങ്ങൾ എന്നോട് പറയാൻ പാടില്ല. അപ്പോൾ എനിക്ക് എന്തു പറയാനും പേടിയാണ്. എനിക്ക് പേടിയുണ്ട് മോനോട് പറയാൻ. അത്ര വെറുത്തിട്ടാണ്, അല്ലാണ്ട് അവനോട് സ്നേഹമാണ്. ഒരു നേരം എൻ്റെ വലിയ മോൻ കരയാത്ത ദിവസമല്ല അവനെ പറ്റിയിട്ട്. എന്തോ ഒരു അവസ്ഥ. അങ്ങനെ ഏട്ടനന്മാർ ഫ്രണ്ടുകളെ പോലെയാണ്. അങ്ങനെയാണ് ഇവര് 3 പേരും ബാപ്പി. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇവിടെ പെൺകുട്ടികളും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ 4 ആളും തന്നെ എഴുതി. വലിയ മുത്തച്ഛ വന്നപ്പോൾ അവർക്ക് നല്ല സ്നേഹമാണ്. അങ്ങനത്തെ കുടുംബത്തിൽ അവൻ കയറി കളിച്ചത്. കാരണം അവിടെ ആരുടെയെങ്കിലൊക്കെ നമ്പർ അവൻ ശേഖരിക്കും, എന്നിട്ട് അവരോടാണ് ഞങ്ങളുടെ അടുത്ത കഥ അറിയുക. നമുക്കിതിൻ്റെ അകത്ത് കൺക്ലൂഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമുക്ക് ഒരാളെയും ഫേവർ ചെയ്ത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് സംസാരിക്കാം. കാരണം അവരുടെ സ്നേഹമാണ്, അത് ഉമ്മയുടെ സ്നേഹമാണ്, അത് അവരുടെ തമ്മിലുള്ള സ്നേഹമാണ്. അതെന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് സത്യം എന്നുള്ള മനസ്സുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് അഭിപ്രായം പറയാൻ ഞാനോ ഞങ്ങളുടെ മാധ്യമമോ ഞങ്ങളുടെ ചാനലായിട്ടുള്ള മൈ മീഡിയ ഒന്നും
ഒരു ആളല്ല അത് സംസാരിക്കാൻ. എങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഒരു അഭിമുഖം, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു അഭിമുഖവും ആരുടെയും മനസ്സ് വേദനിപ്പിക്കാനുള്ളതല്ല എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഈ ഞങ്ങളുടെ ആ ഒരു അഭിമുഖം കൊണ്ട് സ്വാഭാവികമായിട്ടും ഉമ്മയുടെ മക്കൾക്ക്, മറ്റു 2 മക്കൾക്ക്, കുടുംബത്തിന് വലിയ രീതിയിലുള്ള ഒരു വേദനയും മനപ്രയാസവും ഉണ്ടായെന്ന് അറിഞ്ഞതുകൊണ്ടാണ്, അതും നിങ്ങൾ തന്നെ അതിന് ഞങ്ങളുടെ ക്ലാരിറ്റിയും കൂടി കൊടുക്കണേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളോട് വന്നത്. ഉമ്മ ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞ് കൺക്ലൂഷൻ ചെയ്യാനുള്ള ഇതാണ്. ബാക്കിയൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കൊരു കല്യാണം വീട്ടിൽ പോയ ആഷിക്കിൻ്റെ അമ്മ, ആഷിക്ക് എന്താ അങ്ങനെ, എല്ലാവരും അത് ചോദിക്കണവരുള്ളൂ. ഇന്നും നമുക്കൊരാളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നുണ്ടെന്നല്ല. ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല, ഇത് പറയണവരുള്ളൂ. എന്ത് നല്ലൊരു മോനായിരുന്നില്ലേ, എന്ത് ചെന്നുള്ളൊരു മോനാണ്, ഇങ്ങനെ പോയി പെട്ടില്ലേ, ഇങ്ങനെ ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ഞാനൊരു കല്യാണത്തിനും പോകില്ലല്ലോ. ഇപ്പോൾ പാപ്പ മരിച്ചതിന് എവിടെയും പോകണില്ല. ഇപ്പോൾ ഒഴിയാത്ത കുടുംബങ്ങളിൽ മാത്രം പോകണുള്ളൂ. എനിക്ക് മടിയാണ്. എന്താ പറയുക, നമ്മളറിയാൻ തുടങ്ങിയില്ല ആഷിക്കിൻ്റെ ഉമ്മ. ആഷിക്കിനെ എല്ലാവർക്കും അറിയുമല്ലോ. ആഷിക്കിൻ്റെ ഉമ്മ പറയുമ്പോൾ നമുക്ക് മടിയാണ്. എന്താ അങ്ങനെ ചിലപ്പോൾ ചിലവർ ചോദിക്കും, ആ ചെറിയ മരുമോളും നിൻ്റെ വീട്ടിലാണോ? എങ്ങനെ ഉണ്ടാവും? നിൻ്റെ വീട്ടിലാണ് ചെറിയ മരുമോൾ പോകുന്നത്, കളിയാക്കിക്കൊണ്ട് ചോദിക്കും. അവൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മ എന്നെ സ്വീകരിച്ച ഉമ്മാൻ്റെ അടുക്കളയിൽ ഞാൻ വരുന്നു, ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുതെന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിരിക്കണം. എൻ്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത അപ്പം എന്തിനാണ്? ഇപ്പം വരട്ടവനെ, എല്ലാ സമാധാനമൊക്കെ തരട്ടെ എനിക്ക്. ഞാൻ മരിച്ച എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എൻ്റെ മയ്യത്ത് മോറ് കാണാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത ബന്ധം അപ്പം വേണ്ട. അപ്പോൾ ഒഴിവാക്കി വരട്ടെ, എല്ലാം ഒഴിവാക്കി വന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നും ചോദിക്കൂല. എനിക്ക് എൻ്റെ മോൻ മതി. സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട. എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആകെയുള്ള സമ്പത്തിൻ്റെ 3 മക്കളാണ്. എനിക്കത് ആരിനോടും പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയാൻ പറ്റുമോ? എൻ്റെ മരുമക്കളോട് എനിക്ക് പറയാൻ പറ്റുമോ? ആഷിക്ക് ഇങ്ങനെയാണ്, ആഷിക്ക് അങ്ങനെയാണ്, എൻ്റെ വേദന ഇവരോട് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റിയ കാര്യമാണോ? എനിക്ക് എൻ്റെ കുടുംബങ്ങളോട് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണെന്ന് വെച്ചാൽ അവ അവിടെ ഉണ്ട്, ചോദിക്കൂല. എൻ്റെ വിഷമം കൊണ്ട് ചോദിക്കൂല. പാപ്പ മരിച്ചിട്ട് ഇത്രയെല്ലാം ആയിട്ടുള്ളൂ. ആ വിഷമം കൊണ്ട് അവിടെ ഇരിക്കുക. ഞാൻ അവനോട് ചോദിക്കണ്ട, ആരും ഒന്നും ചോദിക്കണ്ട. എൻ്റെ ആങ്ങളെ ചോദിക്കൂല, അവനോടൊന്നും ചോദിക്കരുത്, അവൾക്ക് വേദനയാണ്. ആരും ചോദിക്കൂല. നമുക്ക് മനസ്സിലാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഉമ്മയുടെ ഒരു പെറ്റ വേദന, അതിൻ്റെ വേദന അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമുക്കത് മനസ്സിലാക്കാം. എല്ലാം ദൈവം നല്ല രീതിയിലാക്കട്ടെ. അവനെന്താ പറഞ്ഞു വിരട്ടാ, നീ അതുപോലെ ആഷിക്കാൻ ഇങ്ങോട്ട് വാ, ഇങ്ങനത്തെ അവസ്ഥയിട്ടാ ഞാൻ മോനില്ലാന്നായിട്ട് കണക്കാക്കും. പിന്നെ എന്തിനാ വെറുതെ വിളിക്കാൻ നിൽക്കണം, മെസ്സേജ് അയക്കണം, വിളിക്കണ്ടടിയെന്ന് എന്നോട് പറഞ്ഞാണ്. എന്നൊന്നും അനുഭവിക്കാണ്ട് എവിടെയും പോകൂല, എനിക്ക് അനുഭവിച്ചിട്ട് തന്നെ പോവുള്ളൂ. ഇതിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നോ അവരൊക്കെ അനുഭവിക്കും. അപ്പം ഉമ്മയുടെ എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ഉമ്മാക്കിന് വരരുത്. എൻ്റെ അവസ്ഥ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇതിൻ്റെ അകത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ആ വേദന എന്താണെന്ന് ഉമ്മാക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് എത്രത്തോളം ഞാൻ ജനങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയാൻ നോക്കിയാലും അതൊരു എന്താ പറയുക, ഒരു അർത്ഥം അതിന് പൂർണ്ണമാകുകയല്ല. ഉമ്മ പറയേണ്ടത് ഉമ്മ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്കും പറയാൻ. അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കുടുംബത്തിനുണ്ടായ ഒരു വിഷമത്തിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ തുറന്നു പറച്ചിലുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു. അതുമാത്രമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്താണ് ശരി തെറ്റ് എന്ന് ജനങ്ങളായി നിങ്ങൾ തീരുമാനിക്കും. ഇത്രയേ ഉള്ളൂ. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.